ഞാൻ പറയുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഒരു സിനിമയാണ് നമ്മൾ നമ്മുടെ തൊട്ടമുള്ള ജനറേഷൻ്റെ ഒരു സിനിമയാണ്. ആ സിനിമയിൽ നിന്ന് ഇപ്പോഴത്തെ ജനറേഷൻ യാതൊരു മാറ്റം വന്നില്ല. അപ്പം അങ്ങനെ ഈ ഒരു രീതിയിൽ ഓഫീസ് റൂമുകൾ നമ്മൾ ഡിസൈൻ ചെയ്യും. ഓഫീസ് റൂമിൽ നിറയെ കസാരയിടും, അവിടെ സോഫ ഇടും, ആരെങ്കിലും വന്നാൽ ഇരിക്കാൻ ടീപ്പോയി വെക്കും, കുറച്ച് ക്യൂരിയോസൊക്കെ വെക്കും. ഈ ഓഫീസ് റൂം ഇന്ന് വരെ തുറക്കുക. അതിൽ എ സി വെച്ചിട്ടുണ്ടാവും, ഇടുകയില്ല എ സി. അവസാനം സർവീസ് സെൻ്റർ എന്ന് വിളിച്ചറിയും എ സി വർക്ക് ചെയ്യില്ല കേട്ടോ, 3 കൊല്ലം ഓണാക്കാൻ അവർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ ഒരു രീതിയിൽ മലയാളി അവൻ്റെ വീടുകളെ ഡിസൈൻ ചെയ്യാൻ അല്ലെങ്കിൽ വീടുമായിട്ട് ഇടപെടാൻ വേണ്ടി ആലോചിക്കുന്ന അവസ്ഥ. പിന്നെ വേറൊരു മഹാസംഭവമുണ്ട്, കാർ പോർച്ച്. കാറില്ലെങ്കിൽ ഇപ്പത്തിൽ പറഞ്ഞാൽ കാറില്ലെങ്കിലും ഒരു കാർ പോർച്ച് വേണം നോക്കണം. ഒരു ബൈക്കാണെങ്കിൽ ഇപ്പം നിങ്ങൾ ആലോചിക്കുക, ഒരു പല വീടിൻ്റെ മുന്നിലേക്ക് കയറി ചില ഉണ്ടാവുക ഫ്രണ്ട് തന്നെ കാർ പോർച്ച് ചെയ്യും. വൃത്തികെട്ട ഈ തകരപ്പാട്ട ചളി പിടിച്ചവിടെ കിടക്കുന്നത് മര്യാദയ്ക്ക് കഴുകും കൂടിയില്ല. ഒരു ലോങ് ട്രിപ്പ് ഉണ്ട്, ഇവിടുന്ന് ഇറങ്ങിക്കിടന്ന് പോയാൽ മഴയിലെടുത്ത് പോയാൽ തിരിച്ചു വരുമ്പോഴത്തേക്ക് മുഴുവൻ ചളി പിടിച്ചിട്ടുണ്ടാവും കാറിന്. ഈ തകരപ്പാട്ട എത്ര കോടിയാണ് ശരി, അതിന് കൊണ്ട് ചളി പിടിച്ചാൽ മഹാവൃത്തികളാകും. ഈ തകരപ്പാട്ട വീട്ടിൻ്റെ ഫ്രണ്ട് തന്നെ കൊണ്ടു. എന്നിട്ട് ഇതിൻ്റെ ഉൾപ്പെടെ ഞെക്കി നോക്കിയാൽ വീട്ടിലേക്ക് തൊട്ട കമ്പി ചളി വരവും കമ്പി ഞെരുങ്ങി ഇങ്ങനെ ഒതുങ്ങി. അതിൻ്റെ തൊട്ട കമ്പിന് ആകെ നമ്മൾ നല്ല വെള്ള ഷർട്ടൊക്കെയാണ്, അതിനൊക്കെ നിറയെ ചളി. അപ്പം അങ്ങനെ ഞെരുങ്ങി ഇടുങ്ങിയിട്ടാണ് നമ്മൾ വീട്ടിൻ്റെ അകത്തേക്ക് കാർ പോർച്ചിൻ്റെ ആലോചിക്കണം. നമുക്ക് എപ്പോഴും പോകേണ്ട സാധനം ഈ വീട്ടിൽ മുന്നിൽ തന്നെ കൊണ്ടിട്ടുണ്ട്. ഇതിലൂടെ ഇടുങ്ങി ഞെരുങ്ങി വീട്ടിൽ പോകേണ്ട ആവശ്യമുണ്ടോ? ആ വീടിൻ്റെ ഭംഗി തന്നെ ആ പോർച്ച് നഷ്ടപ്പെടുന്നു. അപ്പോൾ കാർ പോർച്ചുകൾ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ച് പിന്നെ അതിന് പണ്ടൊക്കെ അംബാസഡറൊക്കെ പറയേണ്ട ഓയിലും ഡീസലൊക്കെ കുത്തിപ്പോൾ അങ്ങനെ ഇട്ടില്ലോ. അപ്പം അങ്ങനെ വീടിൻ്റെ കാർ പോർച്ചൊക്കെ വൃത്തിയായി. ഇനി അല്ലേ പിന്നെ ഒരു കാർ പോർച്ചിൻ്റെ ഏരിയ ഉണ്ട്. ഈ സൈഡിലൊരു ബെഡ്റൂം, ഈ സൈഡിലൊരു കാർ പോർച്ച്. അപ്പം ഇവിടെ വരാൻ തരുന്ന കാറുകളാണ്. ഈ കാറൊക്കെ വിറ്റാൽ അല്ലെ ആവശ്യമില്ലെങ്കിൽ അവിടെ ഭയങ്കര രസമാണ്. പഴയ പൊട്ടിയ ഫ്രിഡ്ജ്, അടുത്ത വീട്ടിലെ മരം, ജനവാതിലിൻ്റെ പൊളി, പൊട്ടിയ ടയറ്, വീട്ടിലെല്ലാ വേണ്ടാത്ത സാധനങ്ങൾ, വീട്ടിലെ കളിപ്പാട്ടം വരെ ഈ കാർ പോർച്ച് ഫ്രണ്ട് കാർ പോർച്ചിൻ്റെ ഫ്രണ്ടിൽ വെക്കുന്നത്. ഈ തകരപ്പാട്ടം കൊടുത്താൽ എന്തിനാണ് നമ്മൾ ഈ വീട്ടിൻ്റെ സ്ലാബ് ഏരിയ കൊടുക്കുന്നത്? അത് പൊട്ടിയിടാൻ പറ്റൂല, അതിന് സെക്യൂരിറ്റി ഇല്ല. ഏത് കളർ ഏത് പാതിരയ്ക്കും കാർ പോർച്ചിൻ്റെ കാറെടുത്ത് വാങ്ങിയ ഇസ്ലാമാണ്. നിങ്ങൾ ആലോചിക്കും, ആ തകരപ്പാട്ടനെ ഒരു തകര ഷീറ്റ് പിടിക്കാൻ പോരെ? 4 ഷീറ്റ് ഒറോളി എന്നുള്ള ഷീറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ വിട്ടാൽ പോരെ? അതിന് വേണേൽ ഒരു ഇരുമ്പിൻ്റെ ഗേറ്റ് വെച്ച് കൊടുത്തൂടെ? അതിനൊരു ബൂട്ട് വെച്ച് കൊടുത്താൽ കളർ അത്ര പെട്ടെന്ന് പൊളിച്ചുകൊണ്ടാൻ പറ്റൂല്ലോ. അപ്പം ആ രീതിയിൽ എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നില്ല? ഒരു തകരപ്പാട്ടനെ തകര ഷീറ്റിനുള്ളിൽ 4 പില്ലർ കൊടുത്ത് ഡോർ വെച്ച് സേഫാക്കി നിർത്തിക്കൂടെ? അതിന് നമ്മൾ കിടക്കുന്ന ബെഡ്റൂമിൻ്റെ സ്പേസ് ആവശ്യമുണ്ടോ? അതിന് നമ്മൾ ഉപയോഗിക്കുന്ന സ്ലാബിൻ്റെ ഏരിയ ആവശ്യമുണ്ടോ? ഈ പറയുന്ന കാർ പോർച്ചിൻ്റെ മുകളിലൊക്കെ പലപ്പോഴും ഭയങ്കര ചോർച്ചയും. അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഫ്ലാറ്റായിട്ടുള്ള സ്ലാബ് ഉണ്ടാവും. ഈ ഫ്ലാറ്റായ സ്ലാബിൽ നിറയെ ചോർച്ച. അപ്പം ഇങ്ങനെയുള്ള അനാവശ്യമായ വേണ്ടാത്ത നമുക്ക് ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും വീട്ടിനുള്ളിലേക്ക് നമ്മൾ ഇടിച്ചെത്തിച്ചുകൊണ്ടിരിക്കും. എന്താണ് ചെയ്യേണ്ടത്? ഇപ്പം നമുക്കറിയാം, ജനൽ വീടുണ്ടാകുന്ന ആയതിനെ പറയും, ജനലേ എനിക്കിവിടെ വലിയ കള്ളി ജനലായിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങളെ വീട്ടിലൊക്കെ 3 കള്ളി ജനൽ, 4 കള്ളി ജനൽ. ഇന്നേ വരെ ആ 4 കള്ളി ജനൽ ആരെങ്കിലും തുറന്നു ഒരുമിച്ച് ഒരൊറ്റ വീട് തുറന്നു? ഇന്നേ വരെ 3 കള്ളി ജനൽ 3 പൊളിയും തുറന്നിട്ടുണ്ട്. തുറന്നിട്ടുണ്ടെങ്കിൽ അതൊരു അപാര സംഭവമാണ്. ഒരു അവാർഡ് കൊടുക്കുന്നത്. അപ്പം ഈ ജനവാതിലൊന്നും തുറക്കപ്പെടുന്നില്ല. 3 പൊളി ജനവാതിൽ ഒരുമിച്ച് തുറക്കുന്നില്ല. 4 പൊളി ജനൽ തീരെ തുറക്കാൻ പറ്റില്ല, തുറന്നിട്ട് ഗ്ലാസ് പൊട്ടും. അപ്പോൾ ഈ 4 പൊളി ജനലെന്തിനാ? ഈ 3 കള്ളി ജനലെന്തിനാ? ഇത് പെയിൻ്ററാണ് ഒന്ന് തുറക്കാം. അങ്ങനെ ഈ പെയിൻ്റ് വന്ന് തുറന്ന് പിന്നെ അടച്ചിട്ടാൽ പിന്നെ അടുത്ത പെയിൻറ്റിങ്ങനെ തുറക്കും. ജനലുകൾ തുറക്കില്ല. ഈ ജനലുകൾ വലുതായ എന്താ പ്രത്യേകത? ഒരുപാട് വെളിച്ചം കയറും. സത്യമാണ്, ഒരുപാട് വെളിച്ചം കയറും. വെളിച്ചം കയറുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വളരെ ചൂടും അകത്തേക്ക് കയറും. ഇതൊരു ഗ്ലാസ് ഹൗസ് കോൺസെപ്റ്റാണ്. ഗ്ലാസ് ഹൗസുകളിൽ ഗ്ലാസ് ബോർഡ് ഊട്ടി പോകുന്ന സ്ഥലങ്ങളിൽ ജനവാതിൽ നിറയുണ്ടാവും എല്ലാ ബിൽഡിങ്ങുകളും. കാരണം എന്താ വെച്ചാൽ അതിൽ ഊട്ടിയിൽ എപ്പോഴെങ്കിലും വരുന്ന സൂര്യപ്രകാശം വീട്ടിൻ്റെ അകത്തേക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അവർ നിറയെ ഗ്ലാസ് കൊടുത്തത്. അല്ലെങ്കിൽ ഫോറിൻ രാജ്യങ്ങളിൽ, തണുപ്പുള്ള രാജ്യങ്ങളിൽ ഈ പറയുന്ന ഗ്ലാസ് ഹൗസ് കൺസെപ്റ്റ് വരാനുള്ള കാരണം, കൂടുതൽ ഗ്ലാസ് ആഡ് ചെയ്യാനുള്ള കാരണം, അവശേഷിക്കുന്ന തണുപ്പിനെ ഒഴിവാക്കാൻ, ചൂടിനെ കിട്ടുന്ന ചൂടിനകത്തേക്ക് കയറ്റാൻ വേണ്ടിയിട്ടാണ് ഗ്ലാസ് ഹൗസുകൾ വന്നത്. അപ്പോൾ നമ്മളിവിടെയോ സെപ്റ്റംബർ കഴിഞ്ഞാൽ പിന്നെ ചൂടാണ്. ഇപ്പം ഏതാണ്ട് ഗൾഫ് വരെ കിട്ടുന്നത് നല്ല ചൂടാണ്. ഭർത്താക്കപ്പടി എടുക്കുന്നതല്ലേ ഭർത്താക്കിയത് അല്ലേ? ഭർത്താക്കപ്പടി ചെയ്യുന്ന ഭർത്താക്ക കാച്ചിൻ്റെ അടുത്ത് പോയെന്നുള്ള ഒരവസ്ഥയാണ് 12 മണിയാകുമ്പോഴത്തേക്കും ഇവിടെ കോഴിക്കോടാണ്. അപ്പം ഇങ്ങനെയുള്ള ചൂടുള്ള കാലത്ത് നമ്മൾ ഈ വലിയ 4 കള്ളി ജനൽ വെച്ചാൽ ഈ വീടിൻ്റെ അകത്തേക്ക് ചൂട് ഇരച്ച് കയറുകയാണ്. നമുക്കറിയാം, സ്ലാബ്, കമ്പി, സിമെന്റ്, മണലും കൂടി ചേർന്ന മെസ്സിനൊക്കെ സ്ലാബ് ചൂടാകുമ്പോൾ ആ സ്ലാബ്
അനാവശ്യമായിട്ട് ഏറ്റുവാങ്ങുകയാണ്. നിങ്ങൾ ആലോചിക്കി 4 പൊളിയുള്ള ജനലാണെങ്കിൽ 4 പൊളി, അതായത് മുകളിൽ 2 പൊളി, താഴെ 2 പൊളി, നിങ്ങളുള്ള 4 പൊളി ജനലാണെങ്കിൽ മുകളിൽ 2 പൊളി എപ്പോഴും തുറന്നിട്ടുണ്ട്. ആ 2 പൊളി തുറന്ന പോലെ, കാരണം സീൻ കളറൈസ് പോലാണ് പാർത്ത് വയ്ക്കും, ഒരു ഓരോ ചെയ്യാൻ. അപ്പൊ മുകളിൽ 2 കളി എന്തായാലും തുറന്നിട്ടാണ്. അപ്പൊ ഈ ഇങ്ങനെ ജനലിൽ പണ്ടത്തെ തറവാടുകൾക്ക് അതായിരുന്നു ഉണ്ടായിരുന്നു. പണ്ടത്തെ തറവാടുകളിൽ, പണ്ടത്തെ ഇംഗ്ലീഷ് ബംഗ്ലാവുകളിലൊക്കെ 4 പൊളിയുള്ള ജനലുകളായിരുന്നു. ഇവർക്ക് മരം കിട്ടായില്ല, തേക്ക് മുഴ വരാണ്ടല്ലേ. അപ്പൊ അവരെന്താ 4 പൊളി ജനലാക്കി? മുകളിലെ 2 പൊളി തുറന്നിട്ടാ ബാക്കിയുള്ള 2 പൊളി അടച്ചിട്ടാ അത്രയും ചൂട് അകത്തേക്ക് കയറില്ല. ഇപ്പൊ നമുക്കറിയാം പഴയ തറവാടുകളിൽ ഫാനൊന്നും ഇല്ലാതെ വളരെ ഇടുങ്ങിയ റൂമാണ് പണ്ടത്തെ തറവാടുകൾ. നമ്മൾ പലർക്കും അത്ര വീടുകളുണ്ടാവും. ആ വീട്ടിലെങ്ങനെ തണുപ്പ് വരുന്നത്? ആ ജനൽ വളരെ ചെറിയ ജനലാണ്, അതായത് ഒരു 3 അടി 2 അടി നീളമൊക്കെയുള്ള ജനലാണ്. അപ്പോൾ പുറത്തുനിന്നുള്ള കാറ്റ് ഈ ജനലിൻ്റെ കൂടെ വരുമ്പോൾ തണുക്കും. അത് ഒരു ശാസ്ത്രീയമായ വസ്തുതയാണ്. ഇപ്പൊ നമുക്കറിയാം, നമുക്ക് കയ്യിൽ പറ്റി പെട്ടെന്ന് കൈയൊന്നും മുറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഊതില്ല അല്ലേ? നമ്മൾ ഊതും, ചുണ്ട് കൂർപ്പിച്ച് വെച്ചിട്ട് ഊതുള്ളൂ. അപ്പൊ തണുത്ത കാറ്റ് പ്രയോഗിക്കാം. ഈ മുറുക്കി എരിവ് കൂടും, കാരണം ചൂടുള്ള കാറ്റാണ്. ഇതാണ് കാറ്റിന്റെ ബേസിക് ഏറ്റവും സിമ്പിളായുള്ള പ്രിൻസിപ്പിൾ. ഈ ചൂടുള്ള കാറ്റ് ചെറിയ പ്രതലത്തിലൂടെ വരുമ്പോൾ നമ്മുടെ വായിലുള്ള കാറ്റ് ചൂടുള്ള തന്നെയാണ്. പക്ഷെ നമ്മൾ ആ പ്രയോഗിക്കുന്ന രീതി കുട്ടി ഊതുന്ന സമയത്ത് തണുത്ത കാറ്റും ചുണ്ട് വായ തുറന്നു ഊതുമ്പോൾ ചൂടുള്ള കാറ്റും വരുന്നു എന്നുള്ളതാണ് ഒരു അടിസ്ഥാന തത്വം. ഇത് തന്നെയാണ് വായുവിൻ്റെയും തത്വം. നമ്മൾ ചെറിയ ജനലിലൂടെ, ചെറിയ ജാലകളിലൂടെ തണുത്ത കാറ്റ് ഏത് കടപ്പുറത്തുന്നുണ്ട്. പക്ഷേ വലിയ വാതായനങ്ങളിലൂടെ ചൂടും അകത്തേക്ക് പ്രവഹിക്കും. ഈ ബേസിക് പ്രിൻസിപ്പിൾ അറിഞ്ഞതുകൊണ്ടാണ് നമ്മളെ കാരണന്മാർ ഫാൻ കണ്ടിരിക്കാത്ത കാലത്ത് ഇത്തരത്തിലുള്ള ജനവാതിൽ സുഖമായ ആൾക്കാരുള്ള ഒരു പ്രശ്നമില്ല, ഫാനേ ആവശ്യമില്ല. ഇപ്പോഴും നമുക്ക് അത്തരം വീടുകളിൽ സുഖമായിട്ട് അത്തിറങ്ങാൻ പറ്റും. പല വീടുകളും റിസോർട്ട്സിലൊക്കെ അതാ ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ഈ തിരിച്ചറിവ് ഇതിലിപ്പോ നമ്മൾ അത്രയും ചെറിയ ജനൽ ഉണ്ടാക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഈ വീടുകൾ കാണാം 4 കള്ളി ജനലുകൾ, 4 കള്ളി ജനലുകൾ പകുതി മരാക്കി. അങ്ങനെ പകുതി മരാക്കി കഴിഞ്ഞാൽ മുകളിലെ പൊളി നമുക്ക് തുറന്നിടാം, താഴത്തെ പൊളി ചൂടായിട്ട് ചൂടകത്തേക്ക് കയറില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുക എന്നുള്ളതാണ് സത്യം. അപ്പൊ 4 പൊളി ജനലുകൾ ആക്കുക, ഈ വലിയ 4 കള്ളി ജനലുകളോ 3 കള്ളി ജനലുകളോ വേണ്ടാന്ന് വെക്കാം. അപ്പൊ അത് വേണ്ടാന്ന് വെക്കാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പിന്നെ വേറൊരു പ്രധാന പ്രശ്നം, നമ്മൾ വീടുണ്ടാക്കുമ്പോൾ നമ്മളെ കൺഫ്യൂഷനൊക്കെ ഒരു വിഭാഗം. പലപ്പോഴും ഇത് മേസന്മാർ, കോൺട്രാക്ടേഴ്സ്, അല്ലെങ്കിൽ അങ്ങനെ പല ആളുകളും, ഈ രംഗത്തുള്ള പല ആളുകളും, എല്ലാ ആളുകളും അല്ല, നല്ല ആളുകളുണ്ട്. ഇവർക്ക് ഒരു പ്രധാനപ്പെട്ട സാധനമുണ്ട്, സൺസൈഡ് എന്ന് പറയും. സൺഷെയ്ഡ് എന്നാണ് പറയല്ല, സൺസൈഡ് എന്ന് പറയും. അതായത് എല്ലാ വീടിൻ്റെ ജനലിൻ്റെ മുകളിലും ഒരു ലിൻഡലുണ്ട്. ആ ലിൻഡലിന് പുറത്തേക്ക് ഒരു ചാട്ടം ഉണ്ടാവും, ഒരു 2.5 അടി ചാട്ടം. ജനൽ നനയാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ സൺഷെയ്ഡുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന റെയിൻ ഷെയ്ഡുകളാണ്. ഈ സൺഷെയ്ഡിൻ്റെ സ്ഥിതി എന്താ വെച്ചാൽ ഇതിനൊരു ഇഷ്ടികര കൊണ്ടൊരു തിണ്ട് വെക്കും. എന്നിട്ട് 1 ഇഞ്ച് 3/4 ഇഞ്ച് പൈപ്പ് അതിന് തുളയിട്ടും ഈ പൈപ്പിൽ ഈ വീട്ടിലെ ചപ്പും ചവറും ഇത് അടയും. ഇത് അടഞ്ഞു കഴിഞ്ഞാൽ ഈ സൺഷെയ്ഡ് തീർത്തും ഒരു വാട്ടർ ഷെയ്ഡായിട്ട് മാറും. വീടിൻ്റെ ചുറ്റും, ഈ ലിൻഡലിൻ്റെ ചുറ്റും ഒരു വാട്ടർ ഷെയ്ഡ് വരും. അങ്ങനെ മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ ഈർപ്പം പല രാജ്യങ്ങളും നമ്മൾ അകത്തുണ്ടാക്കും. പല രാജ്യങ്ങളുടെ മാപ്പുകൾ കാണുക. ഈ സൺഷെയ്ഡിൻ്റെ മുകളിലെ വെള്ളം അകത്തെ ജനലിൻ്റെ ചെതലുണ്ടാവും, അതിന് ഈർപ്പം കൊണ്ട് ആ ചുറ്റുഭാഗവും വീടിൻ്റെ ഈർപ്പുണ്ടാവും. അങ്ങനെ ഈർപ്പുണ്ടായി കഴിഞ്ഞാൽ ഈ തുള, അതായത് ഈ പറയുന്ന സൺഷെയ്ഡിലുള്ള ഓട്ട കുത്താൻ വേണ്ടിയിട്ട് പലരും ടെറസിൻ്റെ മുകളിൽ കയറി വീരചരണം ഭാവിച്ചു. അതായാലോ പിച്ചുതിരുമല സ്വന്തം വീട്ടിലെ ടെറസിൻ്റെ മുകളിൽ വീണ്ടും കൈകാലം പിടിക്കണം. ഞാനൊരു ഇന്റർവ്യൂ പറഞ്ഞു. അങ്ങനെ ഈ ഒരു നിങ്ങൾ നോക്കിയാൽ മതി, ജൂൺ ജൂലൈ മാസത്തിൽ നമ്മൾ നല്ല ടെറസിൽ നിന്ന് വിളിച്ചു. വെറുതെ ടെറസ് പോയി കുത്തുന്നതല്ല, അല്ലെ ടെറസ് കാറ്റുള്ള പോയതുമല്ല. ഈ പറയുന്ന സൺഷെയ്ഡ് കുത്തി തുറക്കാൻ വേണ്ടി പോകുമ്പോൾ വഴുക്കലിച്ച് നിൽക്കുന്ന ഭയങ്കര വഴുക്കലുള്ള ഈ ടെറസിൻ്റെ മുകളിൽ തലയടിച്ച് വീട് മരിച്ചു നോക്കിയ മനുഷ്യന് എത്രയോ രക്തസാക്ഷികൾ കയ്യും കാലം പൊട്ടിക്കിടക്കുന്നു. ടെറസിന് പോകുന്നു വേണം ചോദിച്ചാൽ മനസ്സിലാവും. ഞാൻ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ട് ശ്രദ്ധിക്കുന്ന കാര്യം. അപ്പൊ ഈ പത്രങ്ങളൊക്കെ കാണാം, ഈ സൺഷെയ്ഡ് ടെറസിൽ നിന്നും വീട് മരിച്ചു. ബിൽഡിങ്ങിന് പണി എടുക്കുമല്ല, ഈ പറയുന്ന റെയിൻ ഷെയ്ഡുകൾ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി, അവിടെ വെള്ളം കെട്ടിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി പോയിട്ട് മരിക്കുന്ന ആളുകളാണ് ഇങ്ങനെ റെയിൻ ഷെയ്ഡ് ചെയ്യുന്നത് മരിക്കുന്നത്. അപ്പൊ ഈ റെയിൻ ഷെയ്ഡുകൾ നമുക്ക് ആവശ്യം. സണ്ണിനെന്തിനാ ഷെയ്ഡുകൾ ആലോചിക്കും. ഈ വീടിൻ്റെ നിർമ്മാണ രീതി നമുക്ക് കിട്ടി. ഇപ്പം ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇതൊക്കെ എങ്ങനെയാണ് നടക്കുക? അതൊരു വലിയ പ്രശ്നമാണ്. ഇതൊക്കെ പാചകം കഴിക്കാൻ വലിയ സുഖമാണ്. ഇതെങ്ങനെ നടത്താം നോക്കണല്ലോ. ഞാനിപ്പോൾ വൈകി കിട്ടി കുറേ കാര്യം പറഞ്ഞു. ഇതൊക്കെ നിങ്ങൾ ചെയ്യുമോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇതിന് ആദ്യത്തെ ഫോട്ടോ നോക്കാം. ഫസ്റ്റ്
ഫോട്ടോഷോപ്പ് ആക്കാം. ഫോട്ടോഷോപ്പ് ആകുമ്പോൾ എന്താ സംഭവിക്കുക? ഫോട്ടോഷോപ്പ് ആകുമ്പോൾ സംഭവിച്ചാൽ ഒരു താജ്മഹലിന്റെ ജല്ല് വേണം അതിലുണ്ട്, പക്ഷേ വീടുണ്ടാക്കി കഴിയുമ്പോൾ അതിന് കൊള്ളൂലാണ്. പലപ്പോഴും ഫോട്ടോഷോപ്പ് കാണാൻ നല്ല ഭംഗി, ഇത് ഭംഗിയുള്ള വീടാ, അവിടെ ഓടി കാറും, പിന്നെ അപ്പോൾ ഓടി കാറും കഴിഞ്ഞാൽ വീടുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഓടിയെങ്കിലും സൈഡിൽ ഓടിയും അതാണ് ഓടി ഒഴിക്കുക നടക്കാൻ. അപ്പം അങ്ങനെ ഈ ഒരു ഓടി കാറും 2-3 പാൻറ് ഷർട്ട് മതാമാരും സായിപ്പാരൊക്കെയാണ് ഈ പലപ്പോഴും ഫോട്ടോഷോപ്പിന്റെ ഫ്രണ്ടിലുണ്ടാവും. നമ്മൾ നാട്ടുകാരൊന്നും തീരെ ഫോട്ടോഷോപ്പൊക്കെ ഇഷ്ടമല്ല. കണ്ടില്ലേ, നമ്മളിവിടെ ലോക്കൽ സോപ്പ് വെക്കാനും അല്ലെങ്കിൽ മെഴുകുതിരി വെക്കാനൊക്കെ മതാമേരെ ഫോട്ടോയാണ്. ഫ്ലാറ്റ് മതാമിന് എല്ലാവരും നമ്മുടെ ആൾക്കാർ കൊടുക്കുകയില്ല. അധികം ഫ്ലാറ്റ് പറയുന്നതിലും ഫോറിക്കാരായിരിക്കും ആടുന്നത്. അപ്പം എന്തായാലും അപ്പോൾ ഈ ഫോട്ടോഷോപ്പർ എന്താണെന്ന് വെച്ചാൽ എപ്പോഴും അതിൽ ഭയങ്കര ഭംഗിയുള്ള ചിത്രമൊക്കെ വെച്ച് ഇത് അവിടെ കൊള്ളുമോ, ഇത് എവിടെ നിന്നാണ് കാണുന്നത്, ഇങ്ങനത്തെ വേൾഡ് വ്യൂ ആണോ അല്ലെങ്കിൽ സ്ട്രേറ്റ് വ്യൂ ആണോ അല്ലെങ്കിൽ ഇനി എവിടെ നിന്നാലും കാണാൻ പറ്റുന്ന കാര്യമാണോ, ചിലപ്പോൾ വീട് കാണാൻ പറ്റില്ല, ഇടയിൽ ഒക്കെ തയ്യും. അപ്പോൾ ഇവിടെ കാണാൻ വീട് മാത്രമേ കാണും. അപ്പോൾ അങ്ങനെയുള്ള വ്യൂ എന്ന് പറയാതെ ഇയാൾ പേശപ്പെടുത്തി നിന്നിട്ട് ഈ സാധനം ചെയ്യും. എല്ലാ സാധനവും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. ഫോട്ടോഷോപ്പ് വർഷം വന്നല്ലോ പറയുന്നത്. വലിയ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫോട്ടോഷോപ്പ് ആവശ്യമാണ്. പല ആൾക്കാർക്കും അതിൻ്റെ ടെൻഷൻ സ്റ്റേജ് അറിയാനും ഫോട്ടോഷോപ്പ് ആവശ്യമാണ്. ഇത്തരം നൂതന സാങ്കേതിക വിദ്യകൾക്ക് ഞാനെതിരാണ്, പക്ഷേ എനിക്കത് ചെയ്യാൻ അറിയില്ല, ഞാനത് ചെയ്യാൻ ശ്രമിക്കാറുമില്ല. ഞാൻ ചെയ്യുന്ന ശൈലി മാത്രമാണ്. ഇത് തെറ്റുണ്ടെങ്കിൽ ഫോട്ടോഷോപ്പ് ചെയ്യുന്ന സുഹൃത്തുക്കൾ ക്ഷമിക്കണം, ഞാൻ നിങ്ങൾക്കെതിരായ ഫോട്ടോഷോപ്പ് ചെയ്യട്ടെ, ചെയ്യാതിരിക്കട്ടെ. പക്ഷേ ഫോട്ടോഷോപ്പ് ചെയ്ത പല പ്രോജക്റ്റും, കാരണം 2 ദിവസം ഫോട്ടോഷോപ്പ് പഠിച്ചെടുത്താൽ ഫോട്ടോഷോപ്പ് ചെയ്യുന്ന പ്രശ്നങ്ങളാണ് സംഭവിക്കുന്നത്. 2 ദിവസം അവിടെ നിന്ന് പഠിക്കും, അതിൻ്റെ ബേസിക് ആയിട്ട് തന്നില്ല, അവൻ്റെ ഗുരു ചിലപ്പോൾ നല്ല ഐഡിയ ഉള്ളതായിരിക്കും. ഇവൻ പുറത്തിറങ്ങിയിട്ട് ഹമീദിൻ്റെ വീടിൻ്റെ ഫ്രണ്ടേജും റഫീഖിൻ്റെ വീടിൻ്റെ പാക്കേജും പിന്നെ സുധാകരൻ്റെ വീടിൻ്റെ പോലായി കയറ്റി ഫിറ്റ് ചെയ്യും. ഇതെല്ലാം കൂടെ ഇട്ടിട്ട് എങ്ങനെയുണ്ട് വീട് ഉഷാറാണ്. അപ്പോൾ കാണുന്ന ഉഷാറാവും, പക്ഷേ സംഭവമായി ചെയ്തു വരുമ്പോൾ ഈ സ്ലാബ് എത്തൂല. അപ്പോൾ കോൺട്രാക്ടർ നിങ്ങൾ ഫോട്ടോഷോപ്പ് ഒക്കെ ചെയ്യാൻ പറ്റും, സ്ലാബ് അങ്ങനെ അടിക്കാൻ പറ്റുള്ളൂ, ആകെ പ്രശ്നമാണ്. നമ്മൾ എന്ത് ചെയ്യും? അവസാനം സ്ലാബ് തിരിച്ചടിച്ച് ഈ പറഞ്ഞ ചിത്രത്തിൽ നിന്ന് ഒരു ബന്ധമില്ലാതെ രൂപമായിട്ട് വീട് മാറും എന്നുള്ളതാണ് പല ആൾക്കാരെയും. അപ്പോൾ ഫോട്ടോഷോപ്പിന് പകരം നമ്മൾ പറഞ്ഞ പേപ്പർ സ്കെച്ച് ചെയ്താൽ, ഞാനിതൊരു എക്സാമ്പിൾ വീടാണ്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കുറേ കൂടി ചെയ്ത വീട്. അവിടെ വാസ്തു നോക്കാൻ നിർബന്ധമുണ്ട് എന്നാൽ നോക്കണം. വാസ്തുവിനെ പറ്റി ഞാൻ പിന്നെ പറയാം, സമയം ഉണ്ടാവും എന്നറിയില്ല. അപ്പോൾ പിന്നെ അടുത്തത് ഇതാ, ഇങ്ങനെയാണ് വീട് തുടങ്ങുന്നത്. 4 വലിയ ജനൽ വെക്കാനുള്ള സ്പേസ്, അതിൻ്റെ മുകളിൽ ഫ്ലാറ്റായി വാർത്ത സ്ലാബ്, അതിൻ്റെ മുകളിലേക്കുള്ള അപ്സ്റ്റെയറിൻ്റെ പണി തുടങ്ങി. ഈ സ്റ്റേജിൽ ആ വീടാണ്, ആ വീട് സെക്കൻഡ് സ്റ്റേജ് മുകളിലെത്തി, മുകളിലും ഫ്ലാറ്റായിട്ട് വാർക്കും. നടുവിലൊരു ജല്ല് വെച്ചു, അപ്പുറത്ത് വേണ്ടി ജല്ല് വെച്ചു. എവിടെയും സൺസൈഡ് ഇല്ല. ഈ വീട് ഉണ്ടാക്കുമ്പോൾ വീട്ടുകാർ അനുഭവിച്ച മാനസിക വീട് ഭയങ്കര. എൻ്റെ സുഹൃത്തിൻ്റെ അച്ഛൻ അയാൾ മിലിറ്ററിയിലാണ്, അയാൾ ഭയങ്കര ബുദ്ധിമുട്ട്. അകത്ത് എന്താണ് സ്കൂളത്, ഇത് പെട്ടിയാണല്ലോ, ഇത് എന്തൊരു ഇങ്ങനെ വീടുണ്ടാക്കിയാന്ന് വെച്ച് ഇയാളെ വരുന്ന ആൾക്കാരെ മുഴുവൻ ചിത്രം. അപ്പം ഞാനയാൾ പറഞ്ഞത് അതേ പറഞ്ഞിട്ട് 80% വീടാവും വരെ ഇങ്ങനെ കേൾക്കാനുള്ള മനസാന്നിധ്യം വേണം. 80% ആകുമ്പോൾ ഈ വീടായി മാറും. അല്ലാത്ത പക്ഷം ഇതൊരു പബ്ലിക് സ്കൂളുമായി തോന്നും. ഇതിലെ ജനലുകൾ കേട്ടോ 2 പൊടി, അടിയിൽ വേറെ പൊടി, കൊണ്ട് കയറി 2 പൊടി. അപ്പം ഈ ജനലുകൾ തുറന്നിടാത്ത മുഴുവൻ പൊടിയാണെങ്കിൽ നമ്മൾ തുറക്കൂല. ഒരു ക്വാർട്ടർ പൊടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുറക്കാൻ സംവിധാനം. മുഴുവൻ പൊടിയാണെങ്കിൽ ഈ ജന്മം സുനിൽ തുറക്കൂല, അതാണ് പ്രശ്നം. അപ്പം ഈ വീട് ഇപ്പം എങ്ങനെയാണ്? അടുത്ത ഫോട്ടോ ഇപ്പം അതിൻ്റെ മുകളിൽ ഒരു ചെറിയ വരയിട്ടു, അതിൻ്റെ മുകളിൽ പ്രസ് ചെയ്യാം. ഇരുമ്പിൻ്റെ ആംഗിൾ ഉപയോഗിച്ച് വേണം പ്രസ് ചെയ്യാൻ. ഇൻഡസ്ട്രിയിലെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കും. ഇതിൽ നല്ലത് സ്ക്വയർ പൈപ്പ് ആണെന്ന് പറയും. സ്ക്വയർ പൈപ്പ്, ഈ സ്ക്വയർ പൈപ്പിൻ്റെ ഗുണം എന്താ വെച്ചാൽ നല്ലതാണ് അയാൾക്ക്, കാരണം പണി എളുപ്പമാണ്. ഒരു പണിയില്ല, നീർത്തണ്ട, തട്ടണ്ട, മുട്ടണ്ട, നേരെ വെച്ച് വെൽഡ് ചെയ്താൽ മതി. ഈ റേറ്റ് കയ്യിൽ കിട്ടും ചെയ്യും. അപ്പം ഇത് 1 ഇഞ്ച് 5 എന്ന് പറയുന്ന ആംഗിളേഴ്സ് ആണ് ഈ കാണുന്നത്. 1 ഇഞ്ച് 5 ആംഗിളേഴ്സ് വളരെ മൈന്യൂട്ടായിട്ടുള്ള അളവുകളാണ്. വലിയ കോസ്റ്റ് വെയിറ്റ് ഒന്നും ഇത് വരാനില്ല. കാരണം ഇവിടെ ഫ്ലാറ്റ് സ്ലാബ് വാർത്തിട്ടുണ്ട്. ഈ ഫ്ലാറ്റ് സ്ലാബ് വാർത്തതിൻ്റെ മുകളിൽ ആംഗിളർ അടിക്കുകയാണ്. ആംഗിളർ 1 ഇഞ്ച് 5 വെക്കുന്നത്. 1 ഇഞ്ച് 5 പട്ട കൊടുത്ത് സ്ട്രെങ്ത് കൂട്ടുകയാണ്. ഇതിൻ്റെ മുകളിൽ കാക്കയല്ലാണ്ട് ആന കയറാനില്ല, അതാണ് പ്രശ്നം. ആളുകൾക്ക് റൂഫിൻ്റെ മുകളിൽ ആന കയറുള്ളൂ വിചാരം, അമ്മാരെ ഉറപ്പുണ്ടാകും റൂഫിന് മുകളിൽ. ഇതിൻ്റെ മുകളിലാണ് ഓട് വെക്കേണ്ടത്. ഇതിൻ്റെ തേപ്പിൽ ഉണ്ടാക്കിയിട്ടുള്ള ചെറിയൊരു വ്യത്യാസമാണ്. ഈ ബെഡ്റൂം ഇവിടെ വെച്ച് 2 ആവുന്നുണ്ട് കേട്ടോ. ഇതൊരു വലിയ ടെക്നിക്കൽ പ്രോബ്ലം ആയിട്ട് കരുതാം. പക്ഷെ എന്താ പ്രശ്നം തരാം, സ്ക്വയർ ഫീറ്റ് കുറയ്ക്കാൻ വേണ്ടി ചെയ്ത് പറയും. സ്ക്വയർ ഫീറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. സ്ക്വയർ ഫീറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അത് അപ്പർ ലിവിങ് ഏരിയ അല്ല ഈ വീടിന്. അപ്പർ ലിവിങ് ഏരിയ ആലോചിച്ച് പലരും പറയും അപ്പർ ലിവിങ് ഏരിയൻ്റെ അവിടെ നിന്ന് സിനിമ കാണാം, CD കാണാം, പിന്നെ അവിടെ ഒരു ഹോം തിയേറ്റർ ഉണ്ട്. തിയേറ്ററിൽ പോകാൻ സമയമില്ല. ഇതൊരു വീട്ടിൽ നിന്ന് ഹോം തിയേറ്ററിൽ നിന്ന് ഹോം സിനിമ കാണാം. ആരെങ്കിലും
സ്ക്വയർ ഫീറ്റ് ഏരിയ കുറയ്ക്കാൻ വേണ്ടി ഈ ജനലിൻ്റെ അടുത്ത് ഒരു ബെഡ്റൂമിൻ്റെ വോൾ വന്ന് നിൽക്കുന്നുണ്ട്, കണ്ടില്ലേ? പക്ഷേ വീട് മൊത്തം തിരിച്ച് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ബെഡ്റൂമിൻ്റെ വോൾ അവിടെ ഉണ്ടെന്ന് അറിയില്ല, അകത്ത് കയറിയ പോലും തിരിച്ചറിയില്ല. ഇതെന്ന് വെച്ചാൽ സ്ക്വയർ ഫീറ്റ് ഏരിയ കുറയ്ക്കാൻ വേണ്ടി 1950 സ്ക്വയർ ഫീറ്റുള്ള 4 ബെഡ്റൂമുള്ള ഒരു വീടാണ്. അതിന് ഓരോ ഡ്രസ് ചെയ്തു ഓടിട്ടു. ഇതെല്ലാം കംപ്ലീറ്റ് ഫെറോസിമെന്റിന്റെ പ്രോഡക്ട്സ് ആണ്. വീടിന്റെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഫെറോസിമെന്റിന്റെ പ്രോഡക്ട്സ് നമ്മൾ അതിന് മുകളിൽ ലേ ചെയ്തു. അടുത്ത അതിന്റെ ഫ്രണ്ടില് കോഴിക്കോട്ടെ എഞ്ചിനീയറിംഗ് കോളേജ്, നിങ്ങൾ അറിയാലോ, പ്രശസ്തമായ എഞ്ചിനീയറിംഗ് കോളേജിന്റെ അടുത്ത് വലിയൊരു മെൻസ് ഹോസ്റ്റൽ ഉണ്ടായിരുന്നു. ആ മെൻസ് ഹോസ്റ്റലിൽ പൊളിച്ച് 35,000 രൂപയ്ക്ക് വാങ്ങിച്ച മരം, പഴയ മരം. അതായത് 35 വർഷം പഴക്കമുള്ളൂ ആ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട്. അസല് അല്ല, എന്തായിരുന്നു മരം? എന്തായിരുന്നു? നല്ല മരമാണ്. എന്തായാലും ഇരുളാണ്. ഇരുള് മരം കൊണ്ടാണ് ഈ വരാന്ത ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ വരാന്ത ഒരു പറ്റുത്തരം വെച്ച് അതിന്റെ മുകളിൽ നിന്ന് 35,000 രൂപയ്ക്ക് വാങ്ങിച്ച മൊത്തം മരം കൊണ്ടാണ് ഈ വരാന്ത ഉണ്ടാക്കിയത്. വരാന്ത ഉണ്ടാക്കാൻ വലിയ മരമൊന്നും വേണ്ട, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു കഴുക്കൂര് എന്ന് പറഞ്ഞാൽ 10 അടി എന്ന് പറഞ്ഞാൽ 5 ഇഞ്ച് വീതി 2 ഇഞ്ച് കനമുള്ള കഴുക്കോല് 1 കുബിക്കിന് താഴെയുള്ളൂ. 900 രൂപയ്ക്ക് പഴയ മറക്കം നിർത്തും, 800 രൂപയ്ക്ക് പഴയ മറക്കം നിർത്തും, 1100 രൂപ നമുക്ക് പുതിയ മറക്കം വേണം. അപ്പൊ ഈ ഒരു കഴുക്കോലുകൾ എത്ര കഴുക്കോല് വേണം? 20 അടി നീളമുള്ള വരാന്തക്ക് എത്ര കഴുക്കോൽ ആശാരി പഠിപ്പിക്കും? അല്ല, മരമൊക്കെ വലിയ കോസ്റ്റ് അല്ലേ? എന്നാൽ ഈ സിമെന്റ് കമ്മിയും പിന്നെ സബ്സിഡി കിട്ടുന്ന, കൂലി സബ്സിഡി കിട്ടുന്ന സിമെന്റ് കമ്മി കോസ്റ്റ് കുറഞ്ഞൊരു സാധനമാണ്. നമ്മൾ ആലോചിക്കുന്ന കാര്യമാണ്. ഈ വെള്ളപ്പം അതേമാതിരി ഉണ്ടാവും ഒരു കോൺക്രീറ്റ് വീടുള്ള വരാന്ത കണ്ടു കഴിഞ്ഞാൽ. അത് എത്രയോ മനോഹരമാണ്. ഒരു 25 കഴുക്കോലോ 20 കഴുക്കോലോ ഉപയോഗിച്ചാൽ ഇത് എത്ര കഴുക്കോലുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 15, 16 കഴുക്കോലുള്ള വരാന്തയ്ക്ക്. അതിന് വേണ്ട പറ്റുത്തരം, അതിന്റെ ഫ്രണ്ടിൽ ഉത്തരം, ഇവിടെ കുറച്ച് കുട്ടി കഴുക്കോലുകൾ, ഇതൊക്കെ സിമെന്റിന്റെ പില്ലറുകളാണ്. അടുത്ത ശരി, അതിന്റെ മുകളിൽ വെറുതെ ഭംഗിക്ക് സായിപ്പൊന്നുമല്ല, എന്നാലൊരു ഗമയ്ക്ക് ഒരു ഫയർ പ്ലേസ് ഉണ്ടാക്കി വെച്ചു. ആകെ 2000 രൂപ ചെലവുള്ളൂ, കുറച്ച് ഓളോബിക്സ്. ഇതിന് വേണ്ടിയിട്ട് സ്ക്വയർ ഫീറ്റിന് 700 രൂപയുള്ള ഗ്രാനൈറ്റ് ഒട്ടിച്ച് ഒരു കാര്യമില്ല. അപ്പോൾ എന്താ കാര്യം? 700 രൂപ സ്ക്വയർ ഫീറ്റ് പൊട്ടിച്ചിട്ട് എന്ത് കാര്യമുണ്ടോ? ഇത് വെറും 2000 രൂപയ്ക്ക് ഈ പറയുന്ന ഫയർ പ്ലേസ് മാസനോട് ഇഷ്ടി വെച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഒരു ഹോളോബിക്സ് വെച്ചിട്ടുണ്ടാകും. ഇതിന് വെയിറ്റ് ഒന്നും എടുക്കുന്ന കാര്യമില്ല. ഇത് അവിടെ ടെറസിൽ നിർത്തുകയും അടുത്ത ഫോട്ടോ. ഇതതിന്റെ ഇന്റീരിയറാണ്. ഇന്റീരിയറിലൊക്കെ ഫെറോസിമെന്റ് പ്രോഡക്റ്റ് വെച്ച് ഭംഗിയാക്കുകയാണ്. ഇന്റീരിയർ പ്രോഡക്റ്റ് കോണി. ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം എന്താ നമ്മുടെ നാട്ടിലെ? കോണിയാണ്, സ്റ്റെയർ കേസ്. സ്റ്റെയർ കേസ് ഒരു മഹാസംഭവമാണ്. അപ്പോൾ ആ ഒരു വീട് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും വലിയ ഐഡിയ എന്താ വെച്ചാൽ സ്റ്റെയർ കേസ് എങ്ങനെയാണെന്ന്. അപ്പോൾ ചില ആൾക്കാർ പറയും നമുക്ക് സ്റ്റെയർ കേസ് ഇങ്ങനെ ഗ്ലാസ് വെച്ചിട്ട് വേണം. ചില ആൾക്കാർ സ്റ്റെയർ കേസ് ബെഡ്റൂം ലിവിംഗ് റൂമിലേക്ക് വരണം. സ്റ്റെയർ കേസ് 2 പാർട്ടായി തിരിയണം. പഴയ MGR സിനിമയിലുള്ള ടൈപ്പ് സ്റ്റെയർ കേസ് 2 ഒരു ഫാമിലി ഇവിടുന്ന് വരും, ഒരു ഫാമിലി ഇവിടുന്ന് വരും, വില്ലൻ ഇവിടുന്ന് വരും, നായകൻ ഇവിടുന്ന് വരും, സെറ്റപ്പിൽ വെടിയും. എന്താ കാര്യം? ഇത് സെറ്റാണ്. ഇതൊരു സ്റ്റുഡിയോ, സത്യ സ്റ്റുഡിയോ. നിങ്ങളിപ്പോഴും പോയ പത്രസിലൊക്കെ കാണുന്നത് സത്യ സ്റ്റുഡിയോ, അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ ആൾക്കാരുടെ AVM സ്റ്റുഡിയോയിലൊക്കെ ഈ സെറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് സിന്റെ എല്ലാ സെറ്റുകളും നിങ്ങൾക്ക് കമലാസിന്റെ പടത്തിലാണ്, ജയന്റെ പടത്തിലാണ്, ഇപ്പൊ നസീറിന്റെ പടത്തിലുണ്ട്, സോമന്റെ പടത്തിലുണ്ട്. ഈ സെറ്റ് ഇതൊരു സെറ്റാണ്. ആ സെറ്റിൽ പെട്ടിട്ട് ഇപ്പോൾ പറയും നമുക്ക് 2 ബൈക്കും കോടി വരണം. അവസാനം കോടി വന്ന് ആരെ മുന്നിൽ എത്തുക? മറ്റേക്കാരുടെ മുകളിൽ നിന്ന് മാക്സി ഇട്ട് ലുക്കി എടുത്ത് പനിയനോട്ട് ഇറങ്ങിയിരുമ്പോൾ ഗസ്റ്റിന്റെ മുന്നിൽ ഗോസ്റ്റായി എത്തിച്ചിടും. എങ്ങനെ ഒരു ബൈക്ക് അടുക്കളയിൽ എത്താൻ പറ്റില്ല. ഈ കോടീന്റെ കൂടെ തന്നെ നമുക്ക് എത്താൻ പറ്റും. അപ്പൊ ഈ കോടി ഇങ്ങനെ ഒരു കോടി താണ്ട വലിയ കാര്യം, ഇങ്ങനെ കെണിയാവുന്ന കാര്യമാണ്. നിങ്ങൾ ആലോചിച്ച് പലപ്പോഴും ലിവിംഗ് റൂമിൽ വന്ന് ചാടി വീഴുന്ന കോണികൾ ഒരു വലിയ സാമൂഹിക പ്രശ്നം തന്നെ. നമ്മളിപ്പം കാഷ്വൽ വെയറിൽ കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീറ്റ് പുറത്തേക്ക് ഇറങ്ങി ഈ കോടിയിൽ മുന്നിൽ രാവിലെ തന്നെ പെരുവാരി രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാർ എന്തെങ്കിലും വഴിക്കൊക്കെ വരുമല്ലോ. ഈ കുടുംബക്കാർ ഒരു കല്യാണം പറയാൻ വന്നാലും നമ്മൾ ഈ കോടിയിൽ കൂടെ ഇങ്ങനെ മെനക്കെട്ട് ഇറങ്ങി ഇവരെ ബന്ധപ്പെടും. എന്നിട്ട് പിന്നെ അകത്തേക്ക് ഒളിച്ചുകൂടി അല്ലെ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ഒരു കോടി ഇപ്പം ആവശ്യം. പിന്നെ കോടി ഇങ്ങനെ ഉണ്ടാക്കുക ഭയങ്കരമായി വാർക്കും. 4 ഇഞ്ച് കനത്തിൽ വാർത്ത് സ്റ്റെപ്പ് അടിക്കണോ, ഹോർൺ അടിക്കണോ, ചങ്ങലടിക്കണോ, ചെയിൻ അടിക്കണോ എന്നൊക്കെ കുറേ കൺഫ്യൂഷൻ ഉണ്ടാവും. എന്നിട്ട് ഈ കോണി അവസാനം എന്താ വെച്ചാൽ അതിന്റെ മുകളിൽ ഗ്രാനൈറ്റ് ഉണ്ട്. പിന്നെ അതിന്റെ സൈഡിൽ 1.5 ലക്ഷം രൂപയുടെ സ്റ്റെയർ കേസ് കുടിക്കും. അതിൽ വർണ്ണ ക്ലാസുകൾ കൊടുക്കും. ബോറാശരിക്കും. ഇതെല്ലാ വീട്ടിലും ഉണ്ടാവും, ഒരു ട്രെൻഡ് ആയിരിക്കും. അപ്പൊ ഇത് എല്ലാവരും വീട്ടിൽ വരും. അപ്പൊ വലിയ ഇമ്പോർട്ടൻ്റ്. അപ്പൊ എന്താക്കും? എന്നാ പിന്നെ മുഴുവൻ മരാക്കാൻ അങ്ങനെ ഇതൊക്കെ മരാക്കി കൊടുക്കും. പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആക്കാൻ. അപ്പൊ എല്ലാം കൂടി ഷോറൂം ആയിരുന്നു. നമ്മൾ ബാറ്റേന്റെ ഷോറൂം ആയിരുന്നു. വീട്ടിൽ കയറിയ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉണ്ടാവില്ല. സ്റ്റെയിൻലെസ് സ്റ്റീൽ കൂടി എന്നാൽ ബാറ്റേന്റെ ഒക്കെ ഷോറൂമിൽ ഹോട്ടലൊക്കെ കയറുമായിരുന്നു വീട്ടിൽ കയറി. അപ്പൊ കോണി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യമുണ്ട്. കോണിക്ക് എന്തിനത്ര ഉറപ്പ്? ആനയ്ക്ക് കയറാനുള്ളതാണ് കോണി. ഇത് 4 ആക്കി കയറാനുള്ളതല്ലേ? ഇതിലൂടെ ആയിരക്കണക്കിന് ആൾക്കാർ കയറുന്നുണ്ട്. അപ്പൊ
കൊമേഴ്സ്യൽ സ്ഥലത്തെ കോടികൾ നമുക്ക് ഉദ്ദേശിക്കാം. ഓക്കെ, നിങ്ങൾ ആലോചിക്കുക, ഈ പണ്ട് നാട്ടിൻപുറത്തൊക്കെ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള പഴയ ക്ലബ്ബുകൾ ഒന്നില്ലേ, അതിൻ്റെ മുകളിലേക്ക് 2 കഷ്ണം ഒരു 5-8 പറയും വെച്ച് നൂറ്റാണ്ടുകൾ ആൾക്കാർ കയറി കൊടുക്കുക. വടകരയിലെ കോടിയും വടകരൊക്കെ ബിൽഡിങ്ങിലെ കോടികളുണ്ടില്ലേ, ആൾക്കാർ ആയിരക്കണക്കിന് ആൾക്കാർ കയറുന്നു. ഈ പാർട്ടിയിൽ ആയിരക്കണക്കിന് ആൾക്കാരുണ്ടായതൊക്കെ കോടിയിലില്ല. അപ്പം അത്തരം ഒരു കോടിയെ കൂടെ സാധിക്കുന്ന കാര്യങ്ങൾ നമ്മളെ തറവാട് ചെയ്യുന്ന കോടി വലിയൊരു സെറ്റപ്പാക്കി. ആ സെറ്റപ്പാക്കി മാറ്റി കഴിഞ്ഞപ്പോൾ കോടിയിൽ പോലെ ഗ്രാനൈറ്റ്, മാർബിൾ ഇത്യാദി തന്നെ ഊരല് കൊട്ടുന്നതായിരിക്കും സാഹചര്യം. എന്നിട്ട് ഈ കോണീൻ്റെ മുകളിൽ അങ്ങനെ വീഴുക, കുട്ടികൾ വീഴുക, ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെ ഈ കോണി ഒരു മഹാദുരന്തമായി മാറും. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ വെറും ഒരു ഇരുമ്പിൻ്റെ ഇത് വാർക്ക കമ്പികളാണ്, നമ്മളെ വാർക്കാൻ വരുന്ന പിരിക്കമ്പികൾ. അത് ഒരു ഇരുമ്പിൻ്റെ പൈപ്പിൽ കൊണ്ട് വെച്ച് വെൽഡ് ചെയ്ത് ഒരു പട്ട ഇങ്ങനെ കൊടുത്ത് അവിടുത്തെ സ്ട്രേറ്റ് പട്ട ഈ സൈഡിൽ കൂടെ വിലങ്ങനെ കൊടുത്ത് അതിൻ്റെ മുകളിൽ പഴയ മരങ്ങൾ പതിച്ചിട്ടാണ് ഈ വീടിൻ്റെ കോണി ഉണ്ടാക്കിയിട്ടുള്ളത്. കേട്ടോ, ഈ മരത്തിൻ്റെ കോണി കുറച്ച് പഴയ മരം വെച്ച് അടിച്ചപ്പോൾ അടിപൊളി കോണിയാണ്. ആകെ ഒരു 20,000 രൂപേൻ്റെ ലേബറും ഒരു 20,000 രൂപേൻ്റെ മരവും കത്തിയിൽ വർക്കും ഒരു 45 രൂപയെ കൊണ്ട് സുന്ദരമായ ഒരു കോണി ഉണ്ടാക്കാൻ നമുക്ക് പറ്റും. ഈ കോണിയാണ് നമ്മൾ 1.5 ലക്ഷം രൂപ ചെലവ്. 1.5 ലക്ഷം ചെലവ്. എന്നിട്ട് ആ കോണി കാണാനോ ഒരു ഓർഡിനറി കോണി ആ വീടിൻ്റെ ഇന്ത്യയിലാണ്. അപ്പോൾ മാറി വരികയാണ്. ജനലുകൾ വെച്ചു, അവിടെ കൊറോസിൻ്റെ പ്രോഡക്റ്റ് വെച്ചു, പിന്നെ കോണി തിരിച്ച്, പിന്നെ അതിൻ്റെ ബാത്റൂം കൊണ്ടുപോയി. ഇത്രയും നല്ല ഭംഗിയുള്ള ടൈല് നമ്മൾ ബാത്റൂം കൊണ്ടുപോയി. ഒരു ടൈലിന് 100 രൂപ. ഇത് ഇയാളൊരു ടൈൽ ഷോപ്പിൽ വർക്ക് ചെയ്താൽ റിട്ടേഷനിൽ കിട്ടിയത് കൊണ്ടാണ് അയാൾ ഈ ടൈൽ കൊണ്ടത്. അതിനെ കൊണ്ടാണ് അയാൾ ലിവിംഗ് റൂം അടിച്ചത്. ഈ ബാത്റൂമിന് ടൈൽ അടിച്ച് ആരും കാണുമോ? അതെടുത്ത് ലിവിംഗ് റൂം കൊടുക്കുമല്ലോ. ലിവിംഗ് റൂമിൽ നല്ല ഭംഗിയുള്ള അടിപൊളി ടൈലാണ്. അയാൾ ടൈൽ ഷോപ്പിൽ വർക്ക് ചെയ്ത അയാൾക്ക് റിട്ടേഷൻ സൈഡിൽ 20 രൂപ 70 രൂപയ്ക്കാണ് ഒരു ടൈല്. ആ ടൈലെടുത്ത് നമ്മൾ ലിവിംഗ് റൂമിലാണ് അടിച്ചു. അതൊക്കെ ആ ടൈലാണ്. ഇത് വെറും 40 രൂപയ്ക്ക് താഴെയുള്ള റസ്റ്റിക് ടൈലുകളാണ്. ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സാധനം ഇതിൽ ഉപയോഗിച്ചിട്ടില്ല. ഇത് സാധാരണ മാർക്കറ്റിൽ നമ്മൾ കിട്ടുന്ന ജോൺസൺ എൻഡൂറ എന്ന് പറയുന്ന കമ്പനീൻ്റെ വെറും 40 രൂപ താഴെയുള്ള 38-40 രൂപ താഴെയുള്ള ടൈൽസാണ് ആ ഉപയോഗിച്ചത്. ആ ടൈൽസ് ഒരു കാർപ്പറ്റ് പോലെ ഫീൽ ചെയ്യും. നമ്മളതിനെ ടൈൽ ചെയ്യാം. നമ്മൾ പോയിട്ട് ഒരു ടൈല്, വെള്ള ടൈല് അല്ലെങ്കിൽ ക്രീം ടൈല്, ഇതൊരു ഹോസ്പിറ്റൽ മാതിരി ടൈലൊന്നും ഇല്ല. വീട്ടിൽ പിന്നെ സ്ട്രക്ചർ തുന്നിയാൽ മതി. ആ രീതിക്ക് ഫുള്ള് വൈറ്റായി, സ്കേർട്ടിങ്ങും വൈറ്റോട്ടെ. എന്നിട്ട് ഒരു ഹോസ്പിറ്റൽ വരണം, ബേബി പയ്യായിരുന്നു വീട്ടിൽ പോയി ഒറ്റ ടൈലോട് അതിൻ്റെ ഒക്കെ വേസ്റ്റ് കഷ്ടം വെച്ച് സ്കേർട്ടിക്കല്ലോ. നമ്മൾ ആ വേസ്റ്റ് കഷ്ടം തൊടിയിച്ചില്ല, ടൈല് അവിടെ ഒട്ടിക്കുക ചെയ്ത്. ഇത് ജോൺസൺ എൻഡൂറിൻ്റെ വേറൊരു ടൈലാണ്. ആ ടൈല് വളരെ മനോഹരമായിട്ടൊക്കെ ചിത്രീകരിച്ച് ഇതിന് ആ 30 രൂപയാണ് വരാം. ഇത് നമ്മൾ ടൈൽ ഷോപ്പിൽ പോയാൽ കാണില്ല, 5 രൂപ. നിങ്ങൾ ആദ്യം നമ്മളെ ആലുക്കാസിൻ്റെ പരസ്യം കണ്ടില്ലേ, അതേമാതിരി ഗൾഫിലാ വിദേശത്താ എന്നൊക്കെ ചോദിച്ചിട്ട് ഇതേമാതിരി ചോദിക്കും. എവിടെയും സാറോടെ എവിടെയായിരിക്കും കുശലാന്വേഷണം ആയിരിക്കും. എത്ര സ്ക്വയർ ഫീറ്റ് വിടാം? 3000 സ്ക്വയർ ഫീറ്റ്. നേരെ വിട് 2000 സ്ക്വയർ ഫീറ്റ് 800 രൂപ കൂടി ആർട്ടിഫിഷ്യൽ മാർക്കിനോട് അതേ കാണിച്ചു. ഈ സാധനം കാണിച്ചു കൊടുക്കില്ല. അപ്പം നമുക്ക് മെറ്റീരിയലിനെ കുറിച്ച് ബോധം വേണം. വീടുണ്ടാക്കുന്ന ആൾക്ക് പ്രാഥമികമായി വേണ്ട കാര്യം എന്തൊക്കെ മെറ്റീരിയൽ നല്ലതാണ്, എന്തൊക്കെ ചീത്തയാണെന്ന് തിരിച്ചറിയണം. അപ്പോൾ ആൾക്കാർ സെറാമിക് ടൈല് തേഞ്ഞു പോകില്ലേ? അത് തേഞ്ഞത് ഹോട്ടൽ കോമളത്തിലാണ്. ആയിരക്കണക്കിന് ആൾക്കാർ ചെരുപ്പിട്ട് ചവിടുന്ന സ്ഥലം ഹോട്ടൽ കോമളം. അവിടെയേ തേഞ്ഞുള്ളൂ. നമ്മുടെ വീട്ടിൽ 25 കൊല്ലം കൊണ്ട് കണ്ടുപിടിച്ച ടൈലിൻ്റെ പേര് സ്പാർട്ടക്കിന്. ആ സ്പാർട്ടക്കിട്ട് എത്ര വീട് തേഞ്ഞിട്ടുണ്ട്? സ്പാർട്ടക്കിൻ്റെ ഹോട്ടലിൽ തേഞ്ഞിട്ടുണ്ട്. അത് ഷൂസിട്ടാണ് ഇവിടുന്നത്. അപ്പം സെറാമിക് ടൈലുകൾ ഏറ്റവും ഐഡിയലായിട്ടുള്ള ടൈലുകൾ കോസ്റ്റ് കുറവാണ്. എന്താ കാര്യം വെച്ചാൽ മാർബിളായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ പലപ്പോഴും എന്താ വെച്ചാൽ അതിന് സ്റ്റെയിനാണ്. അപ്പോൾ മാർബിളായിട്ട് സ്റ്റെയിൻ ഫ്രീ മാർബിളായിട്ടാണ്. അപ്പോൾ സ്റ്റെയിൻ ഇറങ്ങുന്ന മാർബിളായിട്ട് പകരം സ്റ്റെയിൻ ഇറങ്ങാത്ത സെറാമിക് ടൈൽ ചുട്ട പ്രോഡക്റ്റാണ്, ചുട്ടതാണ്. അപ്പോൾ അതിലൂടെ വെള്ളത്തിന് ഉരുപ്പെടുക്കില്ല, വാദം ഉണ്ടാവില്ല. അതാണ് പ്രധാന കാര്യം. പക്ഷേ ഈ ടൈല് നമുക്ക് ഈ വീടിന് ഇപ്പോഴത്തെ രൂപ അവിടെ ഒരു ബാത്റൂം പകുതി ആരും മനസ്സിലുണ്ടോ? അകത്ത് കയറിയപ്പോൾ ഇതില്ല, അകത്തെ ഫോട്ടോ മാസം ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇത് നമ്മൾ കാണുന്ന രീതിയിൽ തന്നെ വീട് ചെയ്യണമെന്നില്ല. അതിൽ ഈ വീടിനിപ്പോൾ വലിയ മോശം വരില്ല. കാരണം ഇത് ആകെ 1900 സ്ക്വയർ ഫീറ്റേ ഉള്ളൂ. ഇതിൽ ചൂട് എന്നുള്ള സാധനമില്ല. കാരണം ഈ ഡ്രസ്സ് അടിക്കുന്നതോടുകൂടി നമ്മുടെ സ്ലാബ് പതയ്ക്കുന്നില്ല, അതിനുള്ളിൽ ചൂട് കയറുന്നില്ല. ഫംഗസ് പിടിക്കാതെ പെയിന്റ് അടിക്കണം. അതാണ് പ്രധാന അഡ്വാൻറ്റേജ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ വീട്ടിലൊക്കെ പണ്ട് കല്യാണം ഉണ്ടാകുമ്പോൾ ആണ്ടിന് സംക്രാന്തിക്കല്ലേ വീടിന് പെയിന്റ് അടിക്കുന്നു അല്ലേ? ആകെ എന്താ മെറ്റീരിയൽ? കുറച്ച് കുമ്മായോ, ഇതിന് കുറച്ച് അണ്ടിയെണ്ണ, ഇതിനെ കുറച്ച് റോബിൻ ബ്ലൂ, ഇതിൻ്റെ ഗ്രേയോ അല്ലെങ്കിൽ വാർണിഷോ വാങ്ങിയിട്ട് ചേർക്കണം. ഇത് 20 കൊല്ലം 10 കൊല്ലം അടുത്ത കല്യാണത്തിന് അടുത്ത പെയിന്റിങ്ങും അത്രയും കൊല്ലം ആ പെയിന്റ് അവിടെ ഉണ്ട്. ഇപ്പം എന്താ സ്ഥിതി? കണ്ണടച്ച് തുറക്കുന്നത് തന്നെ വീട് BPL ആണ്. ഒരു കൊല്ലം പെയിന്റ് അടിച്ച് അടുത്തോട്ട് നോക്കുമ്പോൾ ആകെ BPL ആയിരുന്നു, പോകട്ടില്ല. ആകെ വീട് കണ്ടപ്പോൾ
ഉറുപ്പ് എടുത്താൽ ഈ മരം തേക്ക് വിരിച്ചതല്ലേ, തേക്ക് വീട്ടിൽ വിരിച്ചതല്ലേ, പല ടോള് കിട്ടും. ആ ടൈൽ അവിടെ വിരിച്ചു. ആസ്പത്രിക്കാർ ടൈൽ വിരിച്ചാൽ ഈ വീട് കാണാൻ ഭംഗിയുണ്ടാവില്ല, ആസ്പത്രി വരുന്നത്. ഇത് ടൈൽ കട്ട് ചെയ്തിരിക്കുക. അതിനനുസരിച്ച് എന്തൊക്കെ പ്രോഡക്റ്റ് എന്തൊക്കെയാണ് ഈ കട്ടൻ തുണി, അത് വെറും സാരിയാണ്, കട്ടൻ സാരിയാണ്, വെള്ള സാരി. നമ്മൾ അമ്മൂമ്മമാരൊക്കെ ഇപ്പോൾ വിഡോസൊക്കെ ആയാലും വല്ല വയസ്സായാലും അല്ലെ പള്ളിയിൽ പോകുമ്പോൾ കൊടുക്കുന്ന സാരി ഉണ്ട്. ആ സാരിക്ക് 6 മീറ്റർ നീളം ഒരു സാരി. ആ സാരിയുടെ വില എത്രയാണ്? 110 രൂപ. ഒരു തോർത്തും കിട്ടൂല പൈസക്ക്. ആലോചിക്കും, 6 മീറ്റർ സാരി 110 രൂപ എടുത്താൽ ഏത് ഷോപ്പ് പോയാലും കിട്ടും. വെള്ള വൈറ്റ് കോട്ടൺ സാരി എന്ന് പറഞ്ഞാൽ ആ സാരിയാണ് ആ കട്ടൻ്റെ ഇടയിൽ ഇങ്ങനെ നൈസ്. മറ്റേത് ലൈക്ര എന്ന് പറയുന്ന ഒരു തുണിയാണ്. ലൈക്ര, ഈ ലൈക്ര എന്ന് പറഞ്ഞ തുണിക്ക് 35 രൂപ 40 രൂപ മെഡി തന്നെ ഉപയോഗിക്കുന്ന തുണിയാണ്. KV കോൺഗ്രസ് പോയ റോള് നമുക്ക് അത് വെച്ചിട്ടാണ് ഈ കട്ടൻ ചെയ്യുന്നത്. അതിനെന്തെങ്കിലും മോശമുണ്ടോ? ഇത് തിരുമാൻ സുഖം വീട്ടിൽ തിരുമ്പാൻ, അല്ലെങ്കിൽ സ്ത്രീക്കാരൻ പോകാൻ മറ്റേ തിരുമ്പാൻ. അപ്പം തിരുമ്പി വരുമ്പോൾ എത്ര ബില്ല്? 3000 രൂപ കട്ടൻ തിരുമാനേ സ്ത്രീയുടെ. ഇത് വീട്ടിൽ വാഷിംഗ് മെഷീനിൽ അടിച്ചിരിക്കാവുന്ന കാര്യമുള്ളൂ. നമ്മളെ മുന്നിലുള്ള മെറ്റീരിയൽ നമ്മളറിയാതെ നമ്മൾ പലരും ഉപയോഗിക്കുന്ന മെറ്റീരിയൽ വാങ്ങി ഉപയോഗിച്ച് കോസ്റ്റ് കൂട്ടാം. അതേസമയം ഫണ്ടുള്ള ആളുകൾ ഞങ്ങൾ ലോൺ വെക്കാം, ലോൺ എടുത്തല്ലാതെ ഏക്കറടക്കം ലോണാണ്, ഒരു പ്രശ്നം. അപ്പോൾ ഈ എന്ത് കാര്യത്തിലും നമുക്ക് ഈ വീടിൻ്റെ എന്തെങ്കിലും ഇത് കാസ്റ്റേണ്ട സാധനം 300 രൂപയ്ക്ക് വാങ്ങിച്ചതാണ്. 300 രൂപ എടുത്താൽ കാസ്റ്റേബിൾ പീസ് കിട്ടി. അതിൻ്റെ മുകളിൽ പിരിക്കമ്പി വെച്ച് 2 ഫ്രെയിം വെച്ച് ഒരു ഭംഗിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇതൊരു കോസ്റ്റ്ലി ആയിട്ടുള്ള ബ്രാസിൻ്റെ ഒരു വർക്ക് മാറി നമുക്ക് ഫീൽ ചെയ്യാം. ഒരു ബ്രാസുമല്ല, വേറൊരു ഇരുമ്പിൻ്റെ വാർക്ക കമ്പിൻ്റെ കഷ്ണങ്ങളും കാസ്റ്റേയുടെ 300 രൂപയുടെ 2 പീസ് നമുക്ക് ഫീൽഡിലുള്ളവർക്ക് കണ്ട സാധനം മനസ്സിലാവും. ഇത് പലപ്പോഴും നമ്മൾ മതിലിന് മുകളിൽ വെക്കും, ഒരു കാര്യമില്ല. എന്ത് കാര്യമാണ്? അപ്പം ഇങ്ങനെയുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഇവിടെ ഒരു 3 കള്ളി ജനൽ വെച്ച് അവസാനിപ്പിച്ച ഈ വീടിൻ്റെ അവസാനമായി നമ്മൾ ആലോചിക്കും. പല കാര്യം പരിപാടിയാണ്. അവസാനം 3 കള്ളി ജനൽ വെച്ച അവസാനം തുറക്കില്ല, ജനൽ നടക്കില്ല. അതിൻ്റെ ബാക്കിൽ വർക്ക് ചെയ്യണം. ആ ഏരിയയിൽ ഒരാൾക്ക് വർക്കും ചെയ്യാൻ പറ്റില്ല. ജനലിൻ്റെ മുകളിൽ നിറയെ ചളി, ക്രോസ് വെന്റിലേഷൻ, വാസ്റ്റ് ഉണ്ടാവില്ല വീടിനുള്ളിൽ. അപ്പം ആ ഭാഗത്ത് നമ്മൾ ഒരു 2 പൊളിയുള്ള 2 പൊളി, അത് മരത്തിൻ്റെ ഒരു പൊളി ഗ്ലാസിൻ്റെ പൊളിയുമുള്ള ഒരു വാതിലവിടെ ഫിറ്റ് ചെയ്യുന്നു. അതിനടുത്ത് 2 ജനവാതിൽ കൊടുക്കുമ്പോൾ അതിൻ്റെ ഇൻറ്റീരിയറിൽ എയർ സർക്കുലേഷൻ, കാറ്റ്, വെളിച്ചം, വിഷ്വൽ ബ്യൂട്ടി, അതാണ് പ്രധാനം. ഇപ്പോൾ വളരെ ഓർഡർ 35-40 ഉറുപ്പിക കൊടുത്തിട്ടുള്ള ടൈലുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇത് ഫോട്ടോ കാണുന്ന ഭംഗിയല്ല കേട്ടോ. ഈ ടൈലിനെ കുറിച്ച് അറിയാവുന്ന ഷോപ്പിൽ പോയാൽ ഈ ടൈൽ സെലക്ട് ചെയ്യാൻ പറ്റും. ഫോട്ടോയിൽ ഭംഗിയില്ലാതെ ഞാൻ പറയില്ല, ഒറിജിനൽ കാണാൻ ഫോട്ടോ തീരെ ഭംഗിയില്ലാതെ. അപ്പം ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഇങ്ങനെ ഒരു ഡിസൈൻ ആണ്. ഇപ്പോൾ ഈ ഡൈനിങ് ടേബിൾ, നമ്മുടെ വീട്ടിലൊക്കെ ഡൈനിങ് ടേബിൾ ഉണ്ടാക്കുക എങ്ങനെയാ വെച്ചാൽ ഒരു വലിയ ഡൈനിങ് ടേബിൾ ഉണ്ടാവും. അതിൻ്റെ മുകളിൽ ഒരു 1.5 അടി മുകളിലേക്കായിട്ട് ഒരു കസാല പൊന്തും. 1.5 അടി പൊന്തിട്ടായി ഈ കസാല ഉണ്ടാവും. ഈ റൂമിലിട്ട് കഴിഞ്ഞാൽ ആ റൂമിൻ്റെ മൊത്തം ഭംഗി ആ കസാല നഷ്ടപ്പെടും. അതിൻ്റെ മുകളിൽ സിംഹത്തിനെ കുത്തിച്ചിട്ടുണ്ട്. നമ്മളൊന്ന് അറിയാണ്ട് തീർച്ചയായും മടിലോ പിളകരെ പൊട്ടിക്കും. അല്ലേ പല കസാലയിൽ അപകടം സംഭവിക്കും. ചില ചാരമ്പൂർ ചെയർസൊക്കെ അതിലൊക്കെ നമ്മൾ വലിയ ധൈര്യത്തിൽ പോയിട്ട് ഏതെങ്കിലും വീട്ടിൽ പോയി വിരുന്നൊക്കെ പോയിട്ട് ഇങ്ങനെ ഇരുന്നേ അന്ന് വർത്താനം പറഞ്ഞ് കൈ മുട്ടുമ്പോൾ ഇപ്പോഴുള്ള സിംഹം നമ്മളെ കുട്ടും ഒരു അട്രാക്ഷൻ ചെയ്യും. അപ്പോൾ അതൊക്കെ ഫർണിച്ചർ ഡിഫക്റ്റുകളാണ്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഈ വളരെ ലൈറ്റായിട്ടുള്ള ഫർണിച്ചർ അത് ഇതിലിടുമ്പോഴത്തേക്കാണ് അതിൻ്റെ ആംബിയൻസ് കൂടുക. പിന്നെ ഒരു വലിയ പ്രശ്നമുണ്ട്, പ്രൈവസി. തിന്നുന്ന ആരും കാണാൻ പാടില്ല. ഇപ്പോൾ ഡൈനിങ് ലിവിങ്ങും വേറെ ആയിരിക്കണം, അതൊരു വലിയ നിർബന്ധമാക്കാം. ഡൈനിങ്ങും ലിവിങ്ങും വേറെ ആയിരിക്കണം. പല കൺസെൻറ്റും അതിനുണ്ട്, ശരിയാണ്, അപ്പോൾ ശരിയാണ്. അങ്ങനെ പണം ഉണ്ടെങ്കിൽ നമുക്കൊരു ലിവിങ് ഏരിയ ഉണ്ടാക്കാം. പണമില്ലേ നമുക്ക് കിച്ചണിൽ 2 ചെയർ അടിച്ചാൽ പോരെ ഫുഡ്. കിച്ചണിൽ 2 ചെയർ അടിക്കുക, ഒരു ലിവിങ് കുക്കർ ഉണ്ടായിക്കോട്ടെ. അതിനൊരു ഹാഫ് ഫോൺ കിട്ടിയാൽ ആരപ്പോൾ വീട്ടിലേക്ക് രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ എത്ര ആൾ വീട്ടിൽ വരുന്നുണ്ടാവും? ഒരാൾ വരില്ല, ഓട്ടോറിക്ഷക്കാരൻ വരുമ്പോൾ കുട്ടികളെ കൂട്ടാൻ. വേറൊരു മനുഷ്യൻ ആ ടൈമിൽ വരില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ. ഉച്ചയ്ക്ക് 3 കഴിക്കാൻ ഭാര്യയ്ക്ക് ഭർത്താവിന് ജോലി ഉണ്ടാവും. ഏതെങ്കിലും ഏത് സമയത്ത് വന്നു കഴിക്കും. ഭാര്യ ചിലപ്പോൾ കൊണ്ടുപോകും, ഭർത്താവ് വീട്ടിൽ നിന്ന് കഴിക്കാൻ ഹോട്ടൽ കഴിക്കും. ആ സമയത്ത് അവർ വരാനില്ല. ആകെ സൺഡേ ആണ്. സൺഡേ എന്ന് പറഞ്ഞാൽ കല്യാണത്തിന് പോകാൻ വീട്ടിലുണ്ടാകേണ്ട ആവശ്യമില്ല. ഈ വൈകുന്നേരത്തെ ഒരു കാര്യം എന്താ, ഇത്രയും വലിയൊക്കെ കിച്ചൺ ഉണ്ടാക്കിയാൽ ഇപ്പോൾ ഡയലേറ്റർ നമ്പറുണ്ട്, അതിൽ വിളിക്കും. ഹലോ, ഒരു കോഴി ബിരിയാണി, 2 പൊട്ട്, 4 പഴം, അപ്പോഴാണ് ബൈക്ക് കൊണ്ടുപോകും. കിച്ചൻ്റെ ഉപയോഗം അത്രയും. അപ്പം ഈ പറയുന്ന കാര്യത്തിലുള്ള കിച്ചൺ നമ്മൾ കിച്ചൺ ഉണ്ടാക്കുമ്പോൾ കിച്ചണിൽ കയറിയാൽ പിന്നെ ലോകത്തെ ബന്ധമുണ്ടാകും. കിച്ചൺ ഒരു ഒറ്റപ്പെട്ട വാതിലിൽ അവസാനിക്കുക. കിച്ചണിനുള്ളിൽ കയറിയാൽ പിന്നെ സർവ്വ രോഗങ്ങളായിട്ടുള്ള ലൊക്കേഷൻ നമ്മൾ നഷ്ടപ്പെടും. അതിൻ്റെ ഉള്ളിൽ കയറിയാൽ കുക്കിംഗ് മാത്രമാണ്. അപ്പം അതിന് പകരം ആ കിച്ചണിൽ നമ്മൾ വാതിലിൻ്റെ 2 സൈഡിൽ 2 വിൻഡോ ഫ്രെയിംസ് കൊടുത്തിരിക്കുക. അതിൽ ഒരു ഷോക്കേസ് മാതിരി ഒരു സ്പേസ് ഉണ്ട്. ഇതിൽ ഷോക്കേസ് മാതിരി സ്പേസ് അടിക്കും, ഗ്ലാസ് വെച്ചിട്ട് അതിൽ നമുക്ക് വീഡിയോസ് വെക്കാം. അപ്പോൾ കിച്ചൺ നല്ല ലൈവായി. കിച്ചൺ ഒരു ജയിലാവില്ല, അത് ലൈവാവും. അതിൻ്റെ ഇപ്പോഴും ഷോക്കേസിൻ്റെ കൺസെപ്റ്റ്
അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടൈലൊക്കെ തന്നെ വളരെ വില കുറഞ്ഞ സാധാരണ ടൈലുകൾ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈ വീടിന് വലിയ വർക്ക് ഏരിയകളില്ല, ചെറിയൊരു സ്പേസ് മാത്രം ഷീറ്റിട്ട് പ്രത്യേകം ചെയ്തിരിക്കുക. അവിടെ വർക്ക് ചെയ്യാൻ ആളെ കിട്ടാനില്ല, പിന്നെ ഏരിയയുടെ അതിന് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വർക്ക് ഏരിയ. അപ്പോൾ ഇങ്ങനെയുള്ള അവിടെ കിച്ചണിൽ വെച്ച ജനൽ വലിയൊരു ജനലാണ് വെച്ചത്, നല്ല വെന്റിലേഷൻ കിട്ടുന്നില്ല. അപ്പോൾ ഈ ഒരു തീമാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ വീടിനകത്ത് ചൂട് കുറവാണ്, ഇതിന് മെയിൻ്റെനൻസ് കോസ്റ്റ് കുറവാണ്, ഇത് കാണാൻ ഭംഗിയുള്ളതാണ്, ഇതിന് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടില്ല, മെയിൻറ്റൈനബിളാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വീടിനകത്ത് കോസ്റ്റ് എത്ര വന്നുണ്ടാവും? ആ കോസ്റ്റിൻ്റെ ഇത് വനിതാ വീടിൽ ഈ വീടിനെ പറ്റിയിട്ട് ഒരു ഫീച്ചർ വന്നു, നമ്മൾ വായിച്ചിട്ടുണ്ടാവുക 24 ലക്ഷത്തി അതിന് ഓണർ അടിക്കുന്നത് എല്ലാ തലിക്കുന്നില്ലേ 24,15,000 രൂപയ്ക്കാണ് അയാൾ ആ വീടുണ്ടാക്കിയത്. അതിനെക്കൊണ്ട് അയാൾ ഷൂട്ട് ചെയ്യാൻ വന്നത്, ഷൂട്ട് ചെയ്ത് പോലെയൊക്കെ ശരി. അപ്പോൾ അതായത് ഈ കക്ഷിയാണ് ഈ വീടുണ്ടാക്കിയത്. പുള്ളി 24,15,000 രൂപ. ഇത് ഓരോന്നിനും ചിലവില്ല, ഓരോ ആൾക്കാർക്കും കൊടുത്ത ചിലവാണ്. അതിൻ്റെ ടോട്ടൽ വേറെ തുണ്ടില്ലേ, ഗ്രാൻഡ് ടോട്ടൽ 24 ലക്ഷം രൂപ. ഇങ്ങനെ എത്ര ആൾക്കാർ സൂക്ഷിക്കുന്നു? ഒരു ഡയറിയിൽ കൃത്യമായ കണക്ക് എഴുതി വെച്ച് ഡേറ്റ് ഇട്ടിട്ട് വർക്ക് തുടങ്ങി 9-ാമത്തെ മാസം 10-ാമത്തെ മാസം വീട് തീർക്കുക. അതിന് കൃത്യമായ കണക്ക് 24,15,000 രൂപയ്ക്ക് ഒരു വീട് നമുക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സമയം. ഇതെങ്ങനെ ചെയ്തു? ഇങ്ങനെ അതെന്താ പറയുക, വീട് കഴിഞ്ഞാൽ അത് 15 ലക്ഷം രൂപയപ്പം ചിലപ്പോൾ ആക്ച്വൽ ആയത് 40 ലക്ഷം, അതിൽ പറ്റിച്ച് പോയത് 15 ലക്ഷം. ഒരു 10-20 ലക്ഷത്തിന് വീട് നോക്കും, പിന്നെ മുമ്പ് 10 മണി കയറ്റിയിരിക്കും, ഒരു 50 ലക്ഷം ആയപ്പോൾ അതൊരു വെയിറ്റാണ്. ഞാൻ പറഞ്ഞത് പൊട്ടന്മാരിലാണ് പറയുക. ആക്ച്വൽ റേറ്റ് പറഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. അത് അന്ന് വനിതാ വീട്ടിൽ വന്ന സാധനമാണ്. കൊക്കിലൊതിയ കണക്ക് എന്നാണ് അതിൻ്റെ ടൈപ്പ്. 2,500 സ്ക്വയർ ഫീറ്റ് വീട് 24 ലക്ഷം ഇങ്ങനെ ചെയ്തു. അതാണ് സ്റ്റോറി. അപ്പോൾ ഇങ്ങനെയൊരു വീട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്വന്തം ചെയ്യാം, സ്വന്തം ആലോചിക്കാം, സ്വന്തം മെനക്കെട്ട് കൂടിയാണെന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീട് ഇപ്പോൾ വളരെയധികം കോസ്റ്റ് ട്രൈ ചെയ്യാൻ പറ്റും, ഇപ്പോഴും ചെയ്യാൻ പറ്റും. പക്ഷേ ലോ കോസ്റ്റ് ആയിട്ട് വീട് ഉണ്ടാക്കാൻ പറ്റില്ല. ചില ആൾക്കാർ പറയും അത്ര കോസ്റ്റ് ആയാലും വേണ്ട, ലോ കോസ്റ്റ് കൊടുക്കും. അത്ര കോസ്റ്റ് ആയാലും ലോ കോസ്റ്റ് ഉണ്ടാക്കില്ല. കാരണം ഈ ലോ കോസ്റ്റ് പറഞ്ഞാൽ കുറച്ച് ഇഷ്ടിക നിൽക്കുക, കുറച്ച് ഇരുമ്പിൻ്റെ ജല്ല് വെക്കുക, പിന്നെ നിലത്ത് കാവി തേക്കുക. ഇത് അവസാനം ഒരു പോലക്കെട്ട കൂടെ പോകുന്നത്. 10-15 രൂപ കൊല്ലം വരെ കുറേ ആൾക്കാർക്ക് ബുദ്ധി ചിലപ്പോൾ കൂടി. ഇപ്പോൾ താടി വന്നപ്പം പ്ലാസ്റ്റിക് ചുരിദാർ, പ്ലാസ്റ്റിക് പാൻറ്റും ഷർട്ടും ഇട്ടപ്പോൾ ജുബ് ഇട്ടപ്പോൾ അതൊക്കെ അതിൻ്റെ ഇടയിൽ ചില വിഭ്രാന്തി വന്നിട്ട് ഇത്തരം വീടുകൾ ഉണ്ടാക്കി. ഇത്തരം വീട്ടിൽ ആൾക്കാരല്ല അതിൽ കൊണ്ട് വേട്ടാളം താമസിക്കും. വേട്ടാളം, മണ്ണാച്ചൻ, കൂറ, എലിയൊക്കെ. കാരണം എന്താ അറിയോ, അത്തരം വീടുകളെ കൺസ്ട്രക്ഷൻ ലോ കോസ്റ്റ് പറഞ്ഞിട്ട് ഈ ഇരുമ്പിൻ്റെ ഫ്രെയിമിനകത്ത് ഗ്ലാസ് കൊടുക്കും. ഇരുമ്പിനും പ്രകമ്പനുണ്ട്, ഗ്ലാസിനും പ്രകമ്പനുണ്ട്. 2 അടി അടിക്കുമ്പോൾ ഗ്ലാസ് അങ്ങ് കൊടുക്കും, ഇരുമ്പ് അടന്നു. പിന്നെ ചില്ല് വരാൻ വേണ്ടി ആശാരിനെ അടി നോക്കാം, ആശാരി വരില്ല, ചില്ലാനും വരില്ല. അവസാനം നമ്മൾ ഗ്ലാസ് കുട്ടി കെട്ടി ചില്ല് വിജയിക്കോട് വിജയം. അങ്ങനെ ഇത്തരം വീടുകൾ പ്രേതഭവനങ്ങളായിരിക്കും. ബേക്കർ സാഹിബ് കൊണ്ടുവന്ന വീടുകളുണ്ട്. ബേക്കർ സാഹിബിൻ്റെ വീടുകൾ അടിപൊളി വീടുകളാണ്. ബേക്കർ ചെയ്ത വീടുകളെല്ലാം തന്നെ ഐഡിയലാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരതിന് ശേഷം ഈ ജുബിയിട്ട് ഇറങ്ങിയിട്ട് ഒരുപാട് പ്രേതഭവനങ്ങൾ ഇന്ന് നടക്കാം. ഇപ്പോൾ ചോർന്നൊരുക്കുക ഓട് ആകെ 4-5 കമ്മടെ വാർപ്പ്, അതിൽ 2 ഇഞ്ച് ഓട്, മുകളിലോ ഒരു ചെറിയ വാർപ്പ്, ഇത് ഓടും ചോർന്നു. ഇതൊക്കെ ചോർച്ചയുടെ കാര്യം പറഞ്ഞാൽ ഏറ്റവും വലിയ തമാശ നമ്മൾ ആലോചിക്കുന്നത്. ഈ മാർച്ച് ഏപ്രിൽ മാസമാകുമ്പോൾ മനോരമയിൽ മാത്രം വരുന്ന പരസ്യം കാണാം. എന്താ പറയുക, കുറേ മഴത്തുള്ളികൾ ഇങ്ങനെ മുന്നെടുക്കുന്നത് കണ്ടല്ലോ. ആ സമയത്ത് നമ്മുടെ കൊടേൻ്റെ പരസ്യം വരും. കൊട കോപ്പിക്കൊടയൊക്കെ ഇപ്പം ഒന്നും കോടിയപ്പോൾ വെറും തെറ്റിപ്പോയി. പ്രശ്നം വെറുതെ വെയിൽ പരസ്യം കുടുങ്ങിപ്പോയി, മഴ പെയ്തില്ലല്ലോ. പക്ഷേ ഈ വാർപ്പിന് ചോർച്ചയെടുക്കുന്നവർ നേരത്തെ പരസ്യം ഒരു മാർച്ച് മാസം ആകുമ്പോൾ ഒരു കൊടുക്കുക മഴത്തുള്ളി ചോർച്ചയും ചോർച്ചയും. അപ്പം നമ്മുടെ ഉള്ള തന്നെ ആ ഒരു നമ്പർ നോക്കും, എന്തായാലും ചോർത്ത് നിൽക്കണ്ടോ. ഒരു വീട് 5 കൊല്ലം കഴിഞ്ഞ് ചോർന്ന് വെച്ചാൽ ആദ്യത്തെ തൊട്ട് കോൺട്രാക്ടർക്കാണ്, രണ്ടാമത്തെ ഡിസൈനർക്കാണ്. ഇതൊന്നല്ല കാരണം, ഇത് ചോർന്ന് വയ്ക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ്. പ്ലാസ്റ്റർ ഓഫ് പാരീസിലും കുറച്ചുകൂടി ഡ്യൂറബിളായ ഒരു മെറ്റീരിയൽ മാത്രമാണ് കോൺക്രീറ്റ്. നമുക്കവിടെ ഇടിയകരയുടെ നൂറ്റാണ്ടിൽ പഴക്കമുള്ള 90 വർഷം പഴക്കമുള്ള ഇടിയകര പള്ളി, ഇവിടെയുള്ള 1000 വർഷം പഴക്കമുള്ള തടി ക്ഷേത്രം, ക്രിസ്ത്യൻ കോളേജിൻ്റെ മുന്നിൽ 200 വർഷത്തിലധികം പഴക്കമുള്ള ക്രിസ്ത്യൻ കോളേജ്, അതിൻ്റെ അപ്പുറമുള്ള ഇവിടെയുള്ള നമ്മുടെ കോൺഗ്രസിൻ്റെ ബംഗ്ലാവ്, ടൗൺ ഹാള്, ഇതൊന്നും എന്താ ചോർന്ന് വയ്ക്കാത്തത്? ഇതൊന്നും എന്താ എഫക്സ് പെയിൻ്റ് അടിക്കാത്തത്? ഇതൊന്നും എന്താ ആൾക്കാർക്ക് ചോർച്ചയുള്ള പരസ്യക്കാരനെ കയറാൻ പറ്റാത്തത്? 200 കൊല്ലമായിട്ട് അല്ല 1000 കൊല്ലമായിട്ട് നമ്മുടെ പള്ളികളും അമ്പലങ്ങളും തറവാടുകളും വളരെ അന്തസ്സോട്
25 കൊല്ലം മുന്നുണ്ടാക്കിയ ആർട്സ് കോളേജിൻ്റെയോ 50 കൊല്ലം മുന്നുണ്ടാക്കിയ സിവിൽ സ്റ്റേഷൻ്റെയോ ഗതികൾ നോക്കി മുഴുവൻ ഷീറ്റാണ് മുടിച്ചിരിക്കുക. എല്ലാ ബിൽഡിങ്ങും മുടിച്ചിരിക്കുകയാണ്. ഇതാണ് സസ്റ്റൈനബിൾ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. സസ്റ്റൈനബിൾ കൺസ്ട്രക്ഷൻ, സുസ്ഥിരമായ വാസ സംവിധാനം. ഇത് അസ്ഥിരമാണ്. നമുക്കറിയാം, ഇപ്പം ഈ പറയുന്ന വീടുകൾ, നമ്മൾ അധികം വീടുകൾ നമ്മൾ ഒറാലിയും ഹിറ്റായിരുന്നു. ഏതോ ഒരു സിക്കാരെങ്ങനെ കോഴിക്കോട് കൂടെ കാറ് പോകും പറഞ്ഞ്, കേരളം വലിയൊരു കോട്ടേജ് ഇൻഡസ്ട്രിയുടെ സ്ഥലമാണ്. അല്ല ആ സ്ഥലത്ത് മൂന്ന് ഷീറ്റൊക്കെ ഷർട്ടൊക്കെ ഇൻഡസ്ട്രി ഷർട്ട്. ഇത് ഇൻഡസ്ട്രി ഷർട്ടല്ല, കോട നോക്കുന്ന ഷർട്ടല്ലേ, ഒന്നും പറ്റില്ല. അവസാനം ജഡ്ഡി പ്രൈസ് എടുക്കുന്നില്ല, കണ്ടിട്ട് അതിന് എല്ലാ വീട്ടും പോകുന്നുണ്ടാവും. അപ്പൊ അങ്ങനത്തെ രീതിയിൽ നമ്മളെ കൺസെപ്റ്റ് മാറി. ഇത് മുഴുവൻ ചോർന്ന് വയ്ക്കുക, അപ്പൊ അതിനോട് ഷീറ്റ് അടിച്ചു. അപ്പൊ സസ്റ്റൈനബിൾ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ തലമുറയിലെ പൂർവികന്മാരുണ്ടാക്കിയിട്ടുള്ള കൺസ്ട്രക്ഷൻ. അവരതിനെ പ്രൊട്ടക്ട് ചെയ്യും. ഇത് അതേവരെ പ്രൊട്ടക്ട് ചെയ്യും. അത് കണ്ടിന്യൂ ചെയ്താൽ മതി. നമ്മൾ കൂടുതലൊന്നും ആലോചിക്കണ്ട. ഈ ഐഡിയ ഒന്നും ഞാൻ കണ്ടുപിടിച്ചല്ല. ഈ ഐഡിയ ഒക്കെ നമ്മുടെ നാട്ടിൽ 200, 300, 500 കൊല്ലം മുന്നേ നമ്മളെ പൂർവികർ ഫോളോ ചെയ്ത് ആ സാധനത്തിനെ ഇപ്പൊ ഫുഡ് ഉപയോഗിക്കാൻ പറ്റാത്ത സത്യമാണ്. ഉപയോഗിക്കാം, ഫുഡ് ഉപയോഗിക്കാൻ ഫുഡിനെ ഉപയോഗിക്കാമല്ലോ, വലിയ കോസ്റ്റ് ഇല്ലല്ലോ. അവിടെ നമ്മൾ ചടിച്ച് ഫ്ലാറ്റായി വാർത്തിട്ട് പിന്നെ സ്ലാബ് അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ചോർച്ച ചെയ്ത് വാങ്ങണം. ഈ ഒരു വരാത്ത 100 കൊല്ലം നിൽക്കും. എന്തായി പ്രശ്നമുണ്ട്? പട്ടിയെ മാത്രം മാറ്റിയാൽ മതി. കോൺക്രീറ്റ് സ്ലാബാണെങ്കിൽ മുഴുവൻ പൊളിച്ച് മാറ്റണം. കാൻഡിലിവർ ഓർമ്മയില്ലേ? കാൻഡിലിവർ വലിയൊരു ട്രെൻഡായിരുന്നു. കോൺട്രാക്ടർക്ക് വലിയ സന്തോഷമാണ് കാൻഡിലിവർ വന്നാൽ. അന്ന് നമ്മൾ സ്വപ്നം കാണും അഞ്ചടിച്ച് മാറ്റാനും. അപ്പോൾ ഈ കാൻഡിലിവർ എന്ന് പറയുന്ന സാധനമുണ്ട്. വലിയൊരു ഭീമനെ ഒരു കൈ കയറാത്ത തായി പിടിക്കും, 2 ഭാഗത്ത്. രണ്ടാമത് തലയിൽ ഒരു ജവാറില്ല. അസ്ഥിതി പല ഭാഗത്ത് പൊളിച്ച് കളഞ്ഞു, അല്ലെ ചൊത്തി ചവരട്ടി നിൽക്കൂല സാധനം. 25 കൊല്ലം കൊണ്ട് കോൺക്രീറ്റ് അത് ഏതാണ്ട് കഴിയും. ഇത് പിന്നെ വേറൊരു ഓപ്ഷൻ ഇല്ലാത്തവരെ കൊണ്ട് കണ്ടിന്യൂ ചെയ്യണം. അപ്പം അതിനെ നമ്മൾ ഉപയോഗിക്കാം. പക്ഷെ അതിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാം, അതിനെ സേഫ്റ്റി ആയിക്കൊണ്ട് ഉപയോഗിക്കാം, അതിനെ അതേമാതിരി റൂഫ് പ്രൊട്ടക്ഷൻ കൊണ്ട് ഉപയോഗിക്കാം. നല്ല മെറ്റീരിയൽ ഒന്നും നനയാത്ത കോൺക്രീറ്റ് അടിപൊളി സാധനം, നനയുന്ന കോൺക്രീറ്റ് പണി കിട്ടിയിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു തന്നത് നേരത്തെ പറഞ്ഞ ചോർച്ചയോ, ആ ചോർച്ചയോ എന്നുള്ള കൃഷി ഇങ്ങനെ. അപ്പം അതിൽ 2-3 മൊബൈൽ നമ്പർ ഉണ്ട്. 9198 കുറേ നമ്പർ, അടിപൊളി നമ്പർ, ജെയ്സ് ബോർഡിൻ്റെ നമ്പർ വയ്ക്കുന്നുള്ളൂ. ഇവരെ നമ്മൾ വിളിക്കേണ്ട താമസമുള്ളൂ. ഒരു ഹലോ ഭയങ്കര, അതായത് ന്യൂ ജനറേഷൻ ഇൻഷുറൻസ് പോയി വരെ ഒരു വിളിയില്ല. അയ്യോ സാർ, ഓക്കെ സാർ, എന്താണ് സാർ, കുട്ടികളെ തന്നാലും ഒക്കെ ചെല്ലുള്ളൂ. ഉടനെ തന്നെ അപ്പോയിൻമെൻറ്റ് എടുക്കും. ഒരു കാറിൽ ഒരു 5 എക്സിക്യൂട്ടീവ് ന്യൂ ജനറേഷൻ ഭയങ്കര കുട്ടികളായി അങ്ങനെ വരും. ഒന്ന് നമ്മുടെ വീടിന് ചുറ്റും ഓടി നോക്കും. എത്ര വർഷമായി വീട് സാർ? 20 വർഷമായി. ഇത് സിമ്പിൾ എത്തുണ്ട് സാർ. ഞങ്ങൾ പ്രോഡക്റ്റ് ഉണ്ട് സാർ. സ്വിറ്റ്സർലൻഡ് ഇമ്പോർട്ട് ചെയ്ത അമേരിക്ക ഒന്നും അറിയില്ല, ചൈനയും വിട്ടൂല. ചൈന എന്ന് പറഞ്ഞാൽ അപ്പോൾ പണിയെന്ന് പറയാം. ചൈന അറിയില്ല. സ്വിറ്റ്സർലൻഡ് സ്വിസ് പെയിനാണ് എന്ന് പറയാം. അപ്പോൾ സ്വിസ് പെയിനിൽ ഇതിന് വിശ്വാസമുണ്ട്. ജർമ്മൻ ടെക്നോളജിയാണ് വലിയ സന്തോഷം. ഓക്കെ, അതിൽ ഫ്രോഡ് ഇല്ലാതാണ് ഞാൻ. അപ്പോൾ ജർമ്മൻ ടെക്നോളജിയിൽ ഒരു പ്രോഡക്റ്റ് സാർ, ഇത് ടെറസിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്താൽ മതി സാർ. നിങ്ങൾ ചോർച്ച പ്രശ്നം ഉണ്ടാവില്ല, തലവേദന സാർ എന്ന് പറഞ്ഞ് ഇവൻ വളരെ സമർത്ഥമായിട്ട് സംസാരിക്കും. ഉടനെ വരുന്ന അസിസ്റ്റന്റ് ഈ പൂപ്പ് പിടിച്ച് ചോർച്ച നിറഞ്ഞ പൊട്ടിപ്പൊളിഞ്ഞ സ്ലാബിൻ്റെ മുകളിൽ ഇടിച്ച് കയറി അതിൻ്റെ അളവുകളിൽ അതൊരു പേപ്പറിൽ വരച്ച് കമ്പ്യൂട്ടറിലേക്ക് കയറ്റും. ആ പേപ്പർ കമ്പ്യൂട്ടറിൽ വരച്ച് നമ്മുടെ മുന്നിൽ പറയും സാർ 1300 സ്ക്വയർ ഫീറ്റ് സാർ. സാർ അത് നമുക്ക് ഈ ഒരു ജർമ്മൻ ടെക്നോളജിയിലെ ഞങ്ങളുടെ പുതിയ പ്രോഡക്റ്റ് ഡോക്ടർ അക്സിത്തൊക്കെ കയറുണ്ടാവും. പേരൊന്നും തിരിയില്ല, ഇത് ഓർമ്മിക്കാൻ പറ്റും. അതാണ് എൻ്റെ കാര്യം. അപ്പം അങ്ങനത്തെ ഒരു പ്രോഡക്റ്റാണ് സാർ. അടിപൊളി പ്രോഡക്റ്റാണ് ഇത്. ഞങ്ങൾ അപ്ലൈ ചെയ്ത വീട് കുറേ ഫോട്ടോ കാണിക്കും. അപ്ലൈ ചെയ്യുന്ന അറിയുന്നില്ല, സായ് നമ്മളെ പോരാൻ തന്നാൽ നമുക്ക് പറയാൻ പറ്റുമോ? ഇത് ജർമ്മനിയിലുള്ളൊരു സായവ് ഇത്ര പോന്ന ഒരു ഷൂസൊക്കെ ഇട്ട് നീല തൊപ്പി മഞ്ഞ തൊപ്പി കെട്ടി ഇതിന് മുകളിൽ കയറി വരയ്ക്കുന്ന സീൻ ഫോട്ടോ നമ്മളെ ആൾക്കാരെ ചെയ്ത് നീട്ടാണ്. നിങ്ങൾ ഇവിടെ ചെയ്തിട്ടോ? അമിതാജിനോട് ചെയ്തത് എവിടെ? നാദാപുരത്ത് കുറച്ച് അത് ശരി. അമിതാജിയുടെ മുപ്പരുടെ കുറേ ബിൽഡിംഗ് ഉണ്ട്. മുപ്പതല്ലേ എങ്ങനെ കേട്ടില്ല? ഓ ശരി, അയാളെ വിളിച്ചു വയ്ക്കാൻ പറ്റുമല്ലോ. നിങ്ങളെ വീട്ടിൽ കൊണ്ട് ചോർച്ചോ. അപ്പോൾ ഈ ഒരു സാധനത്തിൽ ഇവർ വിളിക്കും. ഇത് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ബിസിനസ് ടോക്കാണ് സർ. ഇത് നമുക്കൊരു 35 സ്ക്വയർ ഫീറ്റിന് 40 റുപ്പീസാണ് ഞങ്ങൾക്ക് ചാർജ് ചെയ്യുന്നത്. പക്ഷേ മൺസൂൺ ഓഫർ ഞങ്ങളൊരു 35 റുപ്പീസ് ഞങ്ങളത് തരാം സാർ. ഓക്കെ സാർ, കുറച്ച് ഇംഗ്ലീഷ് പറയും. ഞങ്ങൾക്ക് അത് ഇംഗ്ലീഷ് അല്ലെങ്കിൽ പുതിയനെ ഒന്നും പറഞ്ഞിരിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഈ മാക്സിമം കുറച്ച് കേട്ടോ. നമുക്ക് എൻ്റെ അളിയൻ്റെ വീട്ടിൽ വർക്ക് കിട്ടും. പിന്നെ അപ്പുറത്തെ നമ്മൾ സ്നേഹിതന് ഇതേ ചോർച്ച അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ചോർച്ച അനുഭവിക്കുന്ന 1000കണക്കിന് രക്തസാക്ഷി ലിസ്റ്റ് പറഞ്ഞിട്ട് ഞാൻ ദർശനം ചെയ്യും. അപ്പോൾ പറയും സാറിനെ പരിചയപ്പെടാൻ ഞങ്ങൾക്ക് സന്തോഷം, ഇത്രയും കണക്ഷൻ ഞങ്ങൾക്ക് കിട്ടും. ഏതായാലും സാറിന് വേണ്ടി ഞങ്ങൾ 30 റുപ്പീ ചെയ്യും. അപ്പോൾ 1500 സ്ക്വയർ ഫീറ്റ് ഏരിയ 30 റുപ്യ പ്രകാരം ഒരു 45,000 റുപ്യേൻ്റെ ബഡ്ജറ്റ് ഇവർ തയ്യാറാണ്. 45,000 റുപ്യേൻ്റെ സാർ. ഇപ്പോൾ സാർ ഇയാൾ ചോദിക്കും അഡ്വാൻസ് വേണം. വേണ്ട സാർ, ഞങ്ങൾ അഡ്വാൻസ് തന്നെ പരിപാടി. കാരണം അഡ്വാൻസ് പറ്റിക്കല വെച്ചിട്ട് അഡ്വാൻസ് വാങ്ങിക്കില്ല. ഞങ്ങളുടെ വർക്കിൽ അഡ്വാൻസ് എന്ന കൺസെപ്റ്റില്ല സാർ.
പിറ്റേന്ന് രാവിലെ അവർ ഭയങ്കര രസമാണ്. ഇപ്പൊ കെ എസ് ഇ ബിക്കാർക്ക് നമ്മൾ തിരിച്ചറിയില്ല, മഞ്ഞ തൊപ്പി വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ തിരിച്ചോണ്ട് കെ എസ് ഇ ബിക്കാർ തിരിച്ചറിയില്ല, ഡ്രൈവറായിരിക്കും. ഇപ്പൊ കെ എസ് ഇ ബിക്കാരുടെ തൊപ്പിണ്ട്. ഇതേമാതിരി ഒരു നീല, ആ സായിട്ട നീല കുപ്പായിട്ടിട്ട് ഒരു 4-5 ആൾക്കാർ ആപ്പാന്ന് ഒരു പിശാചി എന്നുള്ള ഓപ്പുണ്ട്. കടകട ഭയങ്കര പിശാചിനെ കുടിക്കാൻ നിന്ന് കുടിക്കാൻ. ആ പിശാചിന്റെ മുകളിൽ ഇങ്ങനെ ഒരു വലിയ കൂപ്പ് ഉപ്പൊക്കെ ഇങ്ങനെ കുടിച്ച് വീട്ടിൽ നിന്ന് മുഖത്തേക്ക് കയറ്റാം. അങ്ങനെ വന്ന് വളരെ ഭവ്യതയുള്ളൂ, ഭയങ്കര ഫിഷാണ്. വന്നിറങ്ങി ഇവിടെ ഫ്രണ്ട്സിലെ പെയിൻറ്റേഴ്സിനെ കഴിഞ്ഞ വന്ന് ഇറങ്ങി ഡ്രം എടുത്ത് അതിൽ വെച്ച് വെള്ളം കലക്കി കുത്തി കലക്കി ഇതൊക്കെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയും അസിസ്റ്റ് പ്രൊഡക്ട്സ് നമ്മുടെ ഇത് ജർമ്മനാണ്, ജർമ്മൻ കോർപ്പറേഷൻ ഇന്ത്യ ചെയ്തതാണ്, മറ്റേ ഒറിജിനൽ ജർമ്മനാണ്, അത് വേണം സാർ, ഇത് വേണം സാർ, വീണ്ടും കൺഫ്യൂഷനാണ്. അപ്പോൾ ഇയാൾ ഏതായാലും തുടങ്ങിയില്ലേ, എന്നാൽ ഒറിജിനൽ ആയിക്കോട്ടെ, ഡ്യൂപ്ലിക്കേറ്റാണ്, ജർമ്മൻ കുറച്ചും കൂടി കൂടും. അത് ഇവർക്ക് ഒന്നും ചടിക്കാൻ പറ്റില്ല, കമ്പനിയിൽ പൊട്ടിക്കാൻ വേണ്ടി പറയും. അപ്പോൾ അതും കൂടി ഈ ഒരു പിന്നെ ഒരു മൈദമാവുമായിരുന്ന സാധനം ഇവിടെ ഡ്രസ്സിൻ്റെ മുകളിൽ വെച്ച് വെറുതെ വലിയ കയ്യോടെ ടൈല് വീടൊക്കെ പോയിട്ടാണ്. അങ്ങനെ കുറേ ആൾക്കാർ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ഡ്രസ്സിൻ്റെ മുകളിൽ നല്ല ചപ്പാത്തി പാകിൽ വലിയ വലിയ ഹോട്ടലിൽ ബിരിയാണി അല്ല പൊറാട്ട വരുത്തിയ വരി ഈ സാധനം ഇവരിങ്ങനെ നേരെ അടിച്ച് തുടങ്ങുമ്പോൾ ഇതിൻ്റെ മെയിൻ ആള് ഇയാളടുത്ത് വന്നിട്ട് മക്കളുടെ കാര്യങ്ങൾ പല കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചെറിയ ഞങ്ങൾ പേയ്മെൻറ്റ് സാർ ഞങ്ങൾ 2000 പേയ്മെൻറ്റ് കൊടുക്കും, മെയിൻ്റെനൻസ് ആഫ്റ്റർ മെയിൻ്റെനൻസ്. അപ്പോഴത്തേക്ക് വിശ്വാസമാണെന്ന് വയ്യ, അത് ഞങ്ങൾ വാങ്ങിക്കില്ല സാർ, ബാക്കിയാണ് തന്നാൽ. അങ്ങനെ എല്ലാം കൂടി ഒരു 48,000 രൂപ ആ വീട്ടിൽ നിന്ന് പോക്കറ്റിട്ട് ഇവർ ആ ആപ്പിൽ പിന്നെ കാണുക. പിന്നെ ആ ഫോൺ നമ്പർ റീച്ചപ്പോൾ എന്താ പറയുക, പരിധിയില്ല. അപ്പം പരിധിയില്ല, ഏരിയയില്ല. അടുത്ത പ്രാവശ്യം വേറെ എന്തെങ്കിലും പ്രോഡക്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ചീറ്റിംഗ് ഏരിയ ആയിട്ട് ഈ കോൺക്രീറ്റ് സ്ലാബിൻ്റെ ഈഗ് നമ്മുടെ മുന്നിൽ വലിയൊരു ടാർജറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ കാണില്ല, ആ നമ്പറിൽ ആ ജന്മങ്ങളെ നമ്മൾ കാണുക. അപ്പം അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ പറയുന്ന സസ്റ്റൈനബിൾ അല്ലാത്ത ചോർന്നൊലിക്കുന്ന കൺസെപ്റ്റിൽ വരും. ഇപ്പോൾ വേറൊരു ട്രെൻഡ് ഉണ്ട്, സമയം അതിക്രമിച്ചുകൊടുക്കുകയല്ലേ, സമയം അതിക്രമിച്ചുകൊടുക്കുകയാണ്. ഇപ്പോഴത്തെ സമയം ഏര് 1.5 മണിക്കൂർ കൂടുതലെടുത്ത്. അപ്പോൾ ഒറ്റ കാര്യം കൂടി പറയാൻ അവസാനിപ്പിക്കാം. ഇപ്പോൾ ഉള്ളൊരു പ്രധാന ട്രെൻഡ് എന്താ, കണ്ടംപററി കൺസെപ്റ്റ്. എല്ലാവരും പറയുന്ന വീട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഈ അതായത് നമ്മളെ പൂർവികന്മാരെ ഹലോ ഹലോ ഇതിൻ്റെ കത്തിട്ടു. അപ്പോൾ പിന്നെ നമ്മളെ പൂർവികന്മാർ പണ്ടായാലും പറയാം, എംടിയുടെ ഒരു നോവലുണ്ട് നാലുകെട്ടുന്ന, അതിൽ നന്നായി വരുന്ന നായകൻ പറയുന്ന അവസാന ഡയലോഗ്, ഈ പെരിച്ചായവും നരിച്ചതിനുള്ള ഈ തറവാട് പൊളിച്ചു മാറ്റിയിട്ട് അവിടെ എനിക്ക് ചെറിയൊരു വീട് ഉണ്ടായിരുന്നു. അതായിരുന്നു നമ്മുടെ ഒരു തലമുറയുടെ ലുക്കം. അതിൻ്റെ പേരിലാണ് നമ്മളെ വലിയ വലിയ വീടുകൾ തകർക്കപ്പെട്ടത്. നമ്മളെ പുതിയ തലമുറയ്ക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ മ്യൂസിയത്തിലേക്ക് തള്ളിക്കൊണ്ട് പോയ തറവാടുകളും നമ്മുടെ പഴയ കെട്ടിടങ്ങളും ഇവിടെ പറയാം. അജൂർ ഓഫീസ് ഞാൻ കണ്ടിട്ടുണ്ട്. അജൂർ ഓഫീസ് ആ വൃത്തികെട്ട LIC ടവറില്ലേ, വൃത്തികെട്ട ടവർ, ഒരു വസ്ത്രങ്ങളാത്ത നമ്മുടെ രാജ്യത്തെ വിളിച്ച ആശുപത്രി വലിയ സാധനം, ബോംബെയിലൊക്കെ പോയാൽ കണ്ട് അങ്ങനത്തെ ഒരു ഫ്ലാറ്റ് വലിയ സാധനമാണ്. വളരെ മനോഹരമായ ഒരു ബ്രിട്ടീഷ് ആർക്കിടെക്ചറിലുള്ള അജൂർ കച്ചേരി ഓഫീസുണ്ടായിരുന്നു, അതിന് ഫോട്ടോ വളരെ കണ്ടിട്ടുണ്ടാവും. അത് താരത്തിലാണ് ആ സാധനം ഉണ്ടാക്കി. അത് നമ്മളെ പൂർവികർ ഈ സാധനങ്ങളിൽ ബുക്കാഭാഗം തകർത്ത് അവശേഷിക്കുന്ന പുതിയ ജനറേഷനിൽ കുറച്ച് ആളുകൾ തിരിച്ച് ചിന്തിക്കുന്നത്. അവരിത്തരം എലമെൻസുകൾ സൂക്ഷിക്കണമെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. അവർക്ക് ഇത്തരം എലമെൻറ്റിനോട് താല്പര്യമില്ല. അപ്പോൾ അവർ അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് വേറൊരു പുതിയ ജനറേഷൻ വരിക, അല്ലെങ്കിൽ പഴയ ജനറേഷൻ്റെ ബാക്കികൾ വരിക. ഞങ്ങൾക്ക് കൺടെമ്പററി ഹൗസസ്. എന്താ കൺടെമ്പററി ഹൗസസ്? ഞാൻ പറഞ്ഞില്ലേ, കൺടെമ്പററി ഹൗസ് അല്ല അതിന് പറഞ്ഞത്, തീർത്തും ടെമ്പററി ഹൗസ്. അതൊരു ടെമ്പററി പരിപാടിയാണ്. അതിന് സൺഷെയ്ഡില്ല, വലിയ ഗ്ലാസ് പാളികൾ, ക്ലാഡിങ് ടൈലുകൾ, സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്രൊഡക്റ്റുകൾ എല്ലാം കൂടി ഒരു 3 സ്റ്റാർ നമ്മൾ വെട്ടിക്കുട്ടിയുണ്ടാക്കുന്ന സാധാരണ ഹോട്ടലിൽ കയറിയിട്ടായിരുന്നു വീട്ടിൽ നോക്കി. ഒരു തുള്ളി വെള്ളം മഴ പെയ്താൽ ചോരമ തട്ടേണ്ട താഴ്ത്തെത്തും, ഒരു തുള്ളി വെള്ളം ആ വീട്ടിൽ നനയ്ക്കേണ്ട താഴ്ത്തെത്തൂല. ഈ കണ്ടംപററി തീർത്തും ടെമ്പററി. അത് 5 കൊല്ലം കഴിഞ്ഞാൽ മറാലിയങ്കാർക്ക് നല്ല കൊള്ളയും ഇതേമാതിരി ഷിക്കാണ്. കാരണം 6 മാസം മഴ പെയ്യുന്ന രാജ്യത്ത് ഇത്തരത്തിലുള്ള ടെമ്പററി കൺസെപ്റ്റുകൾ തീർത്തും അനുയോജ്യമല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞതാണ്. കാരണം ഷോവോളുള്ള വീടുകളൊന്നും ഓർമ്മില്ലേ, പണ്ടത്തെ വീടുകളിലൊക്കെ വലിയ വീണ വായിച്ചിരിക്കുന്ന പെണ്ണുങ്ങൾ വലിയ പൂക്കളൊക്കെ ഉണ്ടാവും, ഷോവോൾ. അതിൻ്റെ ഉള്ളിൽ ഒരു ഇതൊക്കെ ഉണ്ടാവും, ഒരു അലമാരയൊക്കെ. അപ്പോൾ അത്തരം അലമാരകളൊക്കെ വെച്ചുള്ള ആ തരം ഹൗസുകളിൽ നിന്ന് നമ്മൾ ടെമ്പററി ഹൗസുകളിലേക്ക്, ഈ കണ്ടംപററി എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നിന്ന് ടെമ്പററി ഹൗസുകളിലേക്ക് നീങ്ങാവുന്ന
രാക്ഷസൻ സംവിധായകൻ വേണ്ടാന്ന് വെക്കണ